വചനത്തിൽ നിന്ന് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. ഒരുപക്ഷെ വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും ചെറിയ വാക്യങ്ങൾ, ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള വാക്യങ്ങളിൽ വളരെ ചെറിയ ഒരു വാക്യം. റോമാലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. വി ഗ്ലോറി ഇൻ ട്രിബുലേഷൻ ആൾസോ. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഈ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. കാണാതെ പഠിക്കാനും എളുപ്പമുണ്ട്. കാരണം ദൈർഘ്യം വളരെ കുറവാണ് ആ വാക്യത്തിന്. പക്ഷെ ആശയം വളരെ വലിയതാണ്. വലിയ അനുഭവ സമ്പത്തുള്ള എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ നിന്ന് പറയാൻ കഴിയുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ഈ വാക്യം. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ വാക്യം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, എന്നോട് ചേർന്നല്ല, പൗലോസിനോട് ചേർന്ന് ആ വാക്യം അങ്ങനെ തന്നെയാണ്. ആ നാം എന്നതിനകത്ത് ഞാനും കൂടെ ഉണ്ടെന്ന് ബോധ്യമുള്ള എത്ര ദൈവമക്കളുണ്ട്? നമ്മുടെ ആ കരങ്ങളൊന്ന് ഉയർത്തി നമുക്ക് ആ വാക്യം ഒന്ന് നമ്മുടെ വാ കൊണ്ട് പറയാമോ? ആമേൻ. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയുമ്പോ പിശാച് അതൊന്ന് കേൾക്കട്ടെ. നമ്മുടെ വായിൽ നിന്ന് പിശാച് അതൊന്ന് കേൾക്കട്ടെ. ചില കഷ്ടതകളിലൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങളുണ്ട്, പിശാച് വരുത്തുന്ന കഷ്ടങ്ങളുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കള്ളനും ദുഷ്പ്രവർത്തിക്കാരനുമായിട്ട് സ്വയം നമ്മൾ വരുത്തി വെക്കുന്ന കഷ്ടതകളുണ്ട്. ഇതെല്ലാം പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ഞാനതിന്റെ ഒരു വേദശാസ്ത്രപരമായ വശങ്ങളിലേക്കല്ല പോകുന്നത്, ഒരല്പ പ്രായോഗിക വശങ്ങളിലേക്കാണ് പോകുന്നത്. ആ ചിന്തകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ന് രാത്രി ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില കഷ്ടങ്ങളുടെ നടുവിൽ, കടന്നു പോകുന്ന ചില കഷ്ട അനുഭവങ്ങളുടെ നടുവിൽ, നിരാശപ്പെട്ടും വേദനപ്പെട്ടും മനസ്സുമടുത്തും നമ്മളെ കാണാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ ആ ചിന്തകൾക്കെല്ലാം അപ്പുറത്ത് പിശാച് കേൾക്കിയ വചനം ഒന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. കഷ്ടങ്ങൾ എന്നെ തളർത്തുകയല്ല, കഷ്ടങ്ങൾ എന്നെ മടിപ്പിക്കുകയല്ല, കഷ്ടങ്ങൾ എന്റെ പ്രശംസയാണ്. കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുന്നു. ഞാനിത് പറയുമ്പോൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ പ്രസംഗകർക്കും വിശ്വാസികൾക്കും ഇതിനൊരാമയം പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം കഷ്ടതയെക്കുറിച്ച് വളരെ വികലമായ ഒരു ചിന്താഗതിയും പഠിപ്പിക്കലും ഇന്നത്തെ സമൂഹത്തിൽ രൂഢമൂലമാണ്. ദൈവത്തിന് സ്തോത്രം. കഷ്ടത എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശാപമാണെന്നും അത് വിശ്വാസക്കുറവിന്റെ അടയാളമാണെന്നും ആത്മീയതയുടെ ഒരു ദാരിദ്ര്യ വശമാണെന്നും ഒക്കെ ചിന്തിച്ച് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. കേൾക്കുമ്പോൾ നമുക്കതൊരു രസമായിട്ട് സുഖമായിട്ട് തോന്നും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇന്നത്തെ ആത്മീക ലോകം എല്ലാം നേടുവാനും സമ്പന്നരെയും ഭൗതിക നേട്ടങ്ങൾ നേടിയവരെയും ഉയർച്ചകളിൽ എത്തിയവരെയും ഒക്കെ ആമേൻ ജീവിതത്തിന്റെ ബിംബങ്ങളായി പ്രതിഷ്ഠിക്കുന്നതിന്റെ കാരണം പലരുടെയും അകത്ത് കിടക്കുന്ന ഈ തിയോളജിയുടെ മിസ്റ്റേക്കാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടത നിരാശയ്ക്കും തകർച്ചയ്ക്കും പരാജയത്തിനും അപമാനത്തിനും ഹേതുവല്ലെന്ന്, മറിച്ച് ഒരു തികഞ്ഞ ആത്മീകന്, ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് കഷ്ടത അവന്റെ പ്രശംസാ വിഷയമാണെന്ന് പഠിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിച്ചു. കഷ്ടതയെ നമ്മൾ വികലമായി ചിത്രീകരിച്ചത് കൊണ്ട് ആമേൻ ജീവിതത്തിന്റെ ചെറിയ പ്രതിസന്ധികളിൽ പോലും തകർന്നു പോകുന്ന, പതറിപ്പോകുന്ന, വിശ്വാസം വിട്ടുഴന്നു പോകുന്ന ധാരാളം ദൈവമക്കൾ ആത്മീക ലോകത്ത് ഇന്ന് ദൃശ്യമാണ് എന്നതൊരു പ്രയാസകരമായ സത്യമാണ്. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ പൗലോസ് എന്ന ഈ ദൈവദാസൻ റോമയിലുള്ള ദൈവമക്കളോട് പറയുകയാണ്, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പൊ ഞാൻ ആ വാക്യത്തിലേക്കൊന്ന് വരുന്നതിന് മുമ്പ് ആ വാക്യം 5-ാം അധ്യായം 1, 2 വാക്യങ്ങൾ, ആമേൻ 3-ാം വാക്യം വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ വാക്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് നാം? പൗലോസ് റോമയിലുള്ള ദൈവമക്കളെയും കൂടെ ചേർത്ത് വെച്ചാണ് കഷ്ടങ്ങളിൽ നാം പ്രശംസിക്കുന്നു എന്ന് പറയുന്നത്. ആ ദൈവമക്കൾ ആരാണ് എന്നറിയാൻ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഈ നാം ആരാണെന്ന് മനസ്സിലായോ? ദൈവത്തോട് സമാധാനമുള്ള ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാ സമാധാനം ലഭിച്ചു? വിശ്വാസത്താലുള്ള നീതീകരണത്തിലൂടെ. ആര് മുഖാന്തരം അത് കിട്ടി? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച
സമാധാനം. അപ്പോ അകത്ത് ദൈവ സമാധാനം വ്യാപരിക്കുന്ന ആ ദൈവമക്കളെയാണ് പൗലോസ് ഇവിടെ നാം എന്ന ആ പ്രയോഗത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഇന്ന് രാത്രി ഈ വചനം പറയുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുള്ള ദൈവമക്കൾക്ക് ഈ വചനം കൂടുതൽ അർത്ഥവത്താണ്, കൂടുതൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തോട് സമാധാനം. അങ്ങനെ ദൈവത്തോട് ഒരുവന് സമാധാനം ഉണ്ടാകുമ്പോൾ അവന് തന്നിൽ തന്നെ സമാധാനം ഉണ്ടാകുന്നു, അവന് മറ്റു മനുഷ്യരോട് സമാധാനം ഉണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ദൈവമക്കൾ കൂടുന്ന സഭയിൽ സമാധാനം ഉണ്ടാകുന്നു. ആമേൻ. ദൈവവചനം നമ്മെ അത് പഠിപ്പിക്കുന്നത്, ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. അപ്പം ഒന്ന്, ദൈവിക സമാധാനം, ദൈവത്തോട് സമാധാനം അനുഭവിക്കുന്ന നാം. ഇനി രണ്ടാം വാക്യം നോക്കുക. ഈ നാം ആരാണ്? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ വാക്യത്തിനകത്ത് ആ ആളുകളെ കുറിച്ച് പറയുന്ന വാക്യം ശ്രദ്ധിക്കുക. ഒന്ന്, ദൈവത്തോട് സമാധാനമുള്ള ആളുകൾ. രണ്ട്, കൃപയിൽ നിൽക്കുന്ന ആളുകൾ. ഞാൻ ഇന്ന് രാത്രി ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാചകം അതാണ്, നാം നിൽക്കുന്ന കൃപയിലേക്ക്. അപ്പൊ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന എത്ര ദൈവമക്കൾക്ക് തികഞ്ഞ പ്രാഗൽഭ്യമുണ്ട് ഞാൻ നിൽക്കുന്നത് കൃപയിലാണെന്ന്? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കൃപയിൽ നിൽക്കുന്നവന്റെ കാര്യമാണ് നാലാം വാക്യം പറഞ്ഞത്. നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ദൈവകൃപയിൽ നിൽക്കാത്ത ഒരുവന്, ദൈവകൃപയിൽ ആമേൻ പുഷ്ടിപ്പെടാത്ത ഒരുവന്, ദൈവകൃപയുടെ ബഹുത്വം അനുഭവിക്കാത്ത ഒരുവന് കഷ്ടങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമായിരിക്കുമ്പോൾ, കഷ്ടങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചയായി കാണുമ്പോൾ, കൃപയിൽ നിൽക്കുന്നവന് കഷ്ടത ജീവിതത്തിലെ പ്രശംസയാണെന്നാണ് പൗലോസ് പറഞ്ഞത്. ഇന്ന് രാത്രി എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, കൃപയിൽ നിൽക്കുന്നവനും അല്ലാത്തവനും തമ്മിൽ വീക്ഷണങ്ങളിൽ വ്യത്യാസമുണ്ട്. കൃപയിൽ നിൽക്കുന്നവനും അല്ലാത്തവനും തമ്മിൽ ജീവിത അനുഭവങ്ങളിൽ വ്യത്യാസമുണ്ട്. ജീവിത സാഹചര്യങ്ങളെ കൃപയിൽ നിൽക്കുന്നവൻ കാണുന്നതും ദൈവകൃപ ഇല്ലാത്തവൻ കാണുന്നതും രണ്ട് തരത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവകൃപയിൽ നിൽക്കുന്നവൻ ഒരു പ്രതിസന്ധിയെ അതിന്റെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി കാണുമ്പോൾ, കഷ്ടതകളെ ഉയർച്ചയ്ക്കുള്ള ഉപാധിയായി കാണുമ്പോൾ, പ്രതിസന്ധികളെ കരുത്താർജിക്കാനുള്ള ഒരവസരമായി കാണുമ്പോൾ, കൊടുങ്കാറ്റുകളെ മേഘോന്നതികൾക്ക് മീതെ പറക്കാൻ ഒരവസരമായി കാണുമ്പോൾ, ദൈവകൃപയില്ലാത്തവന് അതേ കഷ്ടത അത് ആത്മഹത്യയ്ക്കും നിരാശയ്ക്കും തകർച്ചയ്ക്കും പിറുപിറുപ്പിനും കാരണമായിട്ട് മാറുകയാണ്. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വളരെ ശാന്തമായി ചോദിക്കുന്നു, നിങ്ങൾ കൃപയിൽ നിൽക്കുന്നവനാണെങ്കിൽ ലോക മനുഷ്യൻ ഒരു പ്രതിസന്ധിയെ കണ്ട് പറയുന്നത് പോലെ നിങ്ങൾ പറയില്ല, സമീപിക്കുന്നത് പോലെ നിങ്ങൾ സമീപിക്കില്ല. കഷ്ടങ്ങളോടുള്ള നമ്മുടെ സമീപനത്തിന് ആകമാനം ഒരു മാറ്റം ഉണ്ടായിരിക്കും. അപ്പൊ കൃപയിൽ നിൽക്കുന്ന നാം, സ്തോത്രം. ഇനി മൂന്നാം വാക്യം നോക്കുക. നമ്മുടെ പ്രത്യേകത എന്താണ്? മൂന്നാം വാക്യം, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. സ്തോത്രം. എന്താണ് നമ്മുടെ പ്രത്യേകത? അതാണ് ഞാൻ പറഞ്ഞത്. ദൈവകൃപയുള്ളവന്, ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ ദൈവമക്കൾക്ക് ലോകമനുഷ്യനും മനസ്സിലാകാത്തത് ചിലത് മനസ്സിലാകുന്നു. എന്താണ് ആ കാര്യം? കഷ്ടത, സ്തോത്രം, സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിയാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. സ്തോത്രം. ഈ അറിവാണ് കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ നമുക്ക് കരുത്തേക്കുന്നത്. ഞാൻ ആ വാക്യം പറയുമ്പോൾ 5-ാം അധ്യായത്തിൽ പൗലോസിന്റെ ചില പ്രയോഗങ്ങളൊന്ന് അതോടുള്ള ബന്ധത്തിലൊന്ന് ഓർപ്പിച്ച് വേഗത്തിൽ മുമ്പോട്ട് വരികയാണ്. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളുടെയും നിദാനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. യേശുവിനെ കൂടാതെ നമുക്ക് സമാധാനമില്ല, യേശുവിനെ കൂടാതെ കൃപയിലേക്ക് പ്രവേശനമില്ല, യേശുവിനെ കൂടാതെ കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ആ അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 4-5 വാക്യങ്ങൾ മാത്രം ഒന്ന് ഓർപ്പിച്ച് ഞാൻ വരുന്നു.
5-ാം അധ്യായം 1-ാം വാക്യം, യേശു മുഖാന്തരമാണ് നമ്മുടെ സമാധാനം. ദൈവത്തോട് നമുക്ക് സമാധാനം. എല്ലാറ്റിന്റെയും അടിസ്ഥാനം യേശുവാണ്. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് പ്രവേശനം തന്നത് നമ്മുടെ കർത്താവാണ്. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മുടെ ഒരു പാരമ്പര്യം കൊണ്ടും പശ്ചാത്തലം കൊണ്ടും നമുക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ദൈവകൃപയിലേക്ക് യേശു മുഖാന്തരം നമ്മളെ പ്രവേശിപ്പിച്ചെന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യമാണ്. ഞാൻ ഈ ഗ്രീക്ക് ചരിത്രത്തിൽ, അലക്സാണ്ടർ എന്ന മഹാരാജാവിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം വായിച്ചത് ഓർക്കുന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ലോക ചരിത്രത്തെ സ്വാധീനിച്ച ഗ്രീസിന്റെ ഏറ്റവും പ്രതാപവാനായ രാജാവായിരുന്നു. നല്ല യൗവനത്തിൽ ലോകത്തോട് യാത്ര പറയേണ്ടി വന്നെങ്കിലും ആ ചുരുങ്ങിയ കാലം കൊണ്ട് തന്റെ യുദ്ധ നൈപുണ്യം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച അസാധാരണ പ്രതിഭയായിരുന്നു മഹാനായ അലക്സാണ്ടർ. അദ്ദേഹത്തിന്റെ പിതാവ് മാസിഡോണിയയിലെ രാജാവ് ഫിലിപ്പ് എന്ന് പറയുന്ന രാജാവ് മാസിഡോണിയയുടെ രാജാവായിരുന്നു. ഒരിക്കൽ ഈ ഫിലിപ്പ് രാജാവിന്റെ രാജ്യ പരിധിയിലുള്ള ഒരു പാവപ്പെട്ട കർഷകൻ ഈ ഫിലിപ്പ് രാജാവിനെ ഒന്ന് മുഖം കാണിക്കാൻ, അങ്ങനെയാണെന്ന് പറയുന്നത്, രാജാവിനെ മുഖം കാണിക്കുക, രാജാവിനെ കണ്ട് തന്റെ സങ്കടം ഉണർത്തിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ ദൂരെ യാത്ര ചെയ്ത ഒരു പാവപ്പെട്ട കർഷകൻ രാജകൊട്ടാരത്തിലെത്തി. പക്ഷേ രാജകിങ്കരന്മാരെ ഈ മനുഷ്യനെ മഹാരാജാവിന്റെ അടുക്കലേക്ക് അകത്ത് കടന്നു പോകാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ പുറത്ത് തടഞ്ഞു. വേഷഭൂഷാദികൾ നോക്കിയാൽ മഹാരാജാവിനെ സന്ദർശിക്കാനുള്ള ഒരു യോഗ്യത ഈ മനുഷ്യനില്ല. ഒരു പാവപ്പെട്ട കർഷകൻ. അപ്പൊ പട്ടാളക്കാർ അദ്ദേഹത്തെ, പടയാളികൾ പുറത്ത് അദ്ദേഹത്തെ തടഞ്ഞു. നിങ്ങളെ പോലെ ഒരാൾക്ക് ഇപ്പോൾ രാജസന്നിധി പോകാൻ അനുവാദമില്ല, അതുകൊണ്ട് പോകാൻ ഒക്കില്ല എന്നവർ തടഞ്ഞു. ആ മനുഷ്യൻ വളരെ വാശിയോടെ, എന്തായാലും ഞാൻ രാജാവിനെ കണ്ടെന്റെ സങ്കടം ഉണർത്തിച്ചേ പോകൂ എന്ന വാശിയിൽ അദ്ദേഹം നിൽക്കുകയാണ്. പട്ടാളക്കാരകത്തേക്ക് കടത്തി വിടാതിരിക്കാൻ അവരും വാശിയില്ല. രാവിലെ വന്ന മനുഷ്യൻ ഉച്ച കഴിയുന്നിടം വരെയും പിന്മാറാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തു വന്നാലും വേണ്ടില്ല, എനിക്ക് രാജാവിനെ മുഖം കാണിച്ച് എന്റെ സങ്കടം പറയണം. പട്ടാളക്കാരെ അനുവദിക്കാതെ നിന്ന ആ സാധു മനുഷ്യൻ അവിടെ നിൽക്കുമ്പോൾ ഉച്ച കഴിഞ്ഞ സമയത്ത് അലക്സാണ്ടർ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് അകത്തേക്ക് കയറി പോകാൻ വരുമ്പോ ഈ സാധു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. ഉടനെ അലക്സാണ്ടർ കാര്യം തിരക്കി പട്ടാളക്കാരോട് ചോദിച്ചപ്പോ പറഞ്ഞു, രാജാസന്നിധി പോകാൻ വന്നതാണ്, ഇദ്ദേഹത്തെ പോലെ ഒരാളെ അകത്ത് കടത്തിവിടാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ സാധു മനുഷ്യൻ അലക്സാണ്ടറെ കണ്ടപ്പോ വളരെ ദയനീയമായിട്ട് പറഞ്ഞു, യജമാനനെ, എനിക്ക് ഫിലിപ്പ് തിരുമേനിയെ കണ്ട് ഒരു സങ്കടം പറയാൻ വന്നതാണ്. ഇവരെന്നെ കടത്തിവിടുന്നില്ല. രാവിലെ മുതൽ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സ്തോത്രം. കാര്യങ്ങൾ മനസ്സിലാക്കി ആ സാധുവിന്റെ നിഷ്കളങ്കമായ വാക്കുകൾക്ക് മുമ്പിൽ, അദ്ദേഹം ഒരു പ്രജയാണല്ലോ, രാജാവിനോടുള്ള തന്റെ ബഹുമാനത്തിലും സ്നേഹത്തിലുമാണ് അദ്ദേഹം വന്നത്, പ്രതീക്ഷയോടെയാണ് വന്നതെന്ന് മനസ്സിലാക്കിയ അലക്സാണ്ടർ ഈ പാവപ്പെട്ട സാധുവിന്റെ ഒരു കരം തന്റെ കരത്തോട് ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ആരും നിന്നെ തടയില്ല. ആമേൻ. നീ കാണാൻ വന്ന ഫിലിപ്പ് തിരുമേനി എന്റെ അപ്പനാണ്. ഞാന് അപ്പന്റെ അടുക്കിലേക്കാണ് പോകുന്നത്. എന്റെ കൈ നിന്നെ പിടിച്ചിരിക്കുന്നിടത്തോളം നിന്നെ തടയാൻ ഇവിടെ ഒരു പട്ടാളക്കാർക്കും സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ആ സാധു മനുഷ്യനെ കരം പിടിച്ച് അകത്ത് കൊണ്ടുപോയ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു സഹോദരങ്ങളെ, ന്യായപ്രമാണവും നിയമവും മതങ്ങളും ആചാര്യന്മാരും നമ്മളെ തടഞ്ഞു നിർത്തിയ ഇടത്ത് നിന്ന് ഈ രാത്രി ദത്തര ദൈവമക്കൾ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം പറയും. ഒരിക്കലും അകത്ത് കടക്കാൻ അനുവദിക്കില്ലെന്ന് വാദിച്ചവരുടെ നടുവിൽ, വാതുകെട്ടിയവരുടെ നടുവിൽ നമ്മളെ കരം പിടിച്ച് കൃപയിലേക്ക് നടത്തിയ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപ എത്ര വലിയതാണ്. ഇത് ഓർക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നു? ഇതിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചത് പുത്രനാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഞാൻ പലപ്പോഴും അത് മനസ്സിൽ കാണാറുണ്ട്. ആ സാധു മനുഷ്യന്റെ കരം പിടിച്ച്
ആമേൻ, സ്വന്തം പുത്രൻ അകത്തേക്ക് കടക്കുമ്പോ അത്രയും നേരം അവനെ തടുത്തു നിർത്തിയ പടയാളികൾ ലജ്ജിതരായി നിൽക്കുന്നു. ആമേൻ, ഈ മനുഷ്യൻ തല ഉയർത്തി അകത്തേക്ക് പോകുന്നു. ഈ രാത്രി സഹോദരങ്ങളെ, ദൈവം നമുക്ക് കൃപയിലേക്ക് തന്ന പ്രവേശനം എത്ര മഹത്വമുള്ളതാണ്. സ്തോത്രം. അപ്പൊ നമുക്കതൊരു അഭിമാനം ഉണ്ടാകണം. ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്. ഇനി ഞാൻ ചോദിക്കുന്നു, ദൈവകൃപയിൽ നിൽക്കുന്ന ഒരുവനെ എങ്ങനെ അറിയാം? 1 കൊരിന്ത്യർ ലേഖനം 15:10 പൗലോസിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. സ്തോത്രം. നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിൽ നിന്നും വളരെ ശരീരപരിമിതിയുള്ള ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. അറൌണ്ട് 5 feet ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉയരം. എഴുന്ന നിൽക്കുന്ന തലമുടിയും വളഞ്ഞ കാലുകളും കാഴ്ചക്കുറവുള്ള കണ്ണുകളും മറ്റുള്ളവർ കറപ്പുളവാക്കുന്ന ഉദര രോഗങ്ങളും, അങ്ങനെ ഒരുപാട് രോഗത്തിന്റെയും ശരീരപരിമിതികളുടെയും ഒരു രൂപമായിരുന്നു പൗലോസ്. പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവുമുള്ളവ. ആ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു അസാധാരണ മനുഷ്യന്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ അതായിരുന്നില്ല പൗലോസ്. ബലഹീന ശരീരത്തിന്റെ ഉടമ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പരിമിതികളുള്ള ഒരു സാധു മനുഷ്യൻ. ആൾ വലിപ്പം കൊണ്ട്, ആളുകളുടെ വലിയ ആകാര സൗഷ്ഠവം കൊണ്ട് ആളുകളെ ആകർഷിക്കാവുന്നതൊന്നും പൗലോസിനില്ലായിരുന്നു. ഏതൻസിൽ അരയോപകുന്നിലെ പ്രസംഗപീഠത്തിൽ ഒരിക്കൽ ആ സാധു മനുഷ്യൻ ആത്മനിയോഗത്തോടെ ആത്മഭാരത്തോടെ കയറി നിൽക്കുമ്പോ നാട്ടുകാർ ചോദിച്ച ചോദ്യമുണ്ട്, ഈ വിടുവായൻ എന്തു പറവാൻ പോകുന്നു? കാഴ്ചയിൽ ആൾ വലിപ്പമില്ലാത്ത, അതിശ്രേഷ്ഠ സൗന്ദര്യമില്ലാത്ത, ശരീരത്തിൽ ബലഹീനനായ ഒരു മനുഷ്യൻ അറിയപ്പെട്ട രാജ്യങ്ങളിലെല്ലാം സുവിശേഷത്തിന്റെ വിത്ത് വിതച്ച, ലോകചരിത്രത്തിന് വിസ്മയമായി മാറിയ ഒരു അസാധാരണ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും രഹസ്യം വെളിപ്പെടുത്തുന്ന വാക്യമാണ് 1 കൊരിന്ത്യർ 15:10. എന്താ വാക്യം എന്നറിയാവോ? എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. ഇന്ന് രാത്രി ഈ വചനം ഞാൻ പറയുമ്പോൾ അകത്ത ബോധ്യമുള്ള ദൈവമക്കൾ ഒന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. കർത്താവേ, പൗലോസ് മാത്രമല്ല, ഇന്ന് രാത്രി ഒരു യോഗ്യതയും ഇല്ലാതെ, ഒരർഹതയില്ലാതെ കിടന്ന ഞാനും എന്തെങ്കിലും ആകുന്നെങ്കിൽ അത് മുഴുവനും എന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയാണ്. ദൈവകൃപയാണ്. വേറെ ഒന്നും നമുക്കില്ല രഹസ്യം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ലോകത്തിലെ ഉന്നതന്മാരായ ആളുകള്, വിജയം നേടിയ ആളുകൾ, ചിലപ്പോ ഈ ടിവിക്കാരൊക്കെ അവരെ ചെന്ന് ഇന്റർവ്യൂ ചെയ്യും. എങ്ങനെയാണ് താങ്കൾ ഇതുവരെ എത്തിയത്? എങ്ങനെയാണ് ഇത്ര ഉയർന്നത്? എങ്ങനെയാണ് ഈ പേരും പ്രശസ്തിയും സമ്പത്തും ആരാധക വൃന്ദവും ഒക്കെ ഉണ്ടായത്? ചിലരൊക്കെ നെഞ്ചു വിരിച്ച് ഇച്ചിരി അഹങ്കാരത്തോടെ പറയും, എന്റെ കഴിവാണ്, ഞാൻ നല്ല സ്ഥിരോത്സാഹിയായിരുന്നു, കഠിനാധ്വാനിയായിരുന്നു. വേറെ ചിലർ പറയും, എന്റെ പാരമ്പര്യമാണ്, കുടുംബപരമായി തന്നെ ഞങ്ങള് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ജീവിച്ചു വന്നത്. എന്നാൽ ചില ആളുകൾ പറയും, ആമേൻ, അത് തികച്ച ഒരു ലക്കാണ്, ഒരു ഭാഗ്യമാണ്, എങ്ങനെയാന്ന് എനിക്കും അറിയത്തില്ല, എങ്ങനെയോ ഇങ്ങനെ എത്തി. നിങ്ങൾ ഈ ചോദ്യം പൗലോസ് എന്ന ദൈവമനുഷ്യനോട് ചോദിക്കേ, പൗലോസേ, നീ എങ്ങനെ ഇവിടെ വരെ എത്തി? എങ്ങനെ ഇവിടെ വരെ എത്തി? അസാധാരണ ശുശ്രൂഷ ചെയ്ത് എങ്ങനെ ഇതുവരെ എത്തി? മറ്റൊന്നും താൻ പറയുകയല്ല. എന്റെ വിദ്യാഭ്യാസമാണെന്നോ, എന്റെ കുടുംബ പശ്ചാത്തലമാണെന്നോ, എന്റെ മിടുക്കാണെന്നോ, എന്റെ കഴിവാണെന്നോ ഒന്നും പറയുകയല്ല. ഒരൊറ്റ വാക്ക് പറയും, അതിതാണ് കൃപ, കൃപ, കൃപ. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നമ്മുടെ ഇന്നലകളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇന്ന് നമ്മൾ എന്താകുന്നോ അത് ദൈവകൃപയാലാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം പറയാം. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്തൊരു നല്ല സാക്ഷ്യമാണതല്ലേ? എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകും. എന്നിട്ട് അടുത്ത വാക്യം എന്താണെന്നറിയോ? എന്നോടുള്ള അവന്റെ കൃപ എന്ത് ചെയ്തിട്ടില്ല? വ്യർത്ഥമായിട്ടില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അധികം അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. സഹോദരിമാരെ, ദൈവദാസന്മാരെ, മറ്റുള്ളവർ ചെയ്തതിനേക്കാളൊക്കെ പലതും വ്യത്യസ്തമായി ചെയ്യാനോ വിജയകരമായി ചെയ്യാനോ മറ്റു പലർക്കും ചെയ്യാൻ കഴിയാത്തത് പലതും ചെയ്യാനോ ദൈവം നമുക്ക് അവസരം തന്നാൽ ഞാൻ ചെയ്തെന്ന് പറയരുത്, എന്റെ മിടുക്കെന്ന് പറയരുത്. മറിച്ച് പൗലോസ് നമുക്ക് തരുന്ന മാതൃക, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. ഇന്ന് രാത്രി ദൈവകൃപയിൽ നിൽക്കുന്നവന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്നറിയാവോ? ഞാനെന്നല്ല അവൻ പറയുന്നത്, ദൈവകൃപയെന്നാണ് അവൻ പറയുന്നത്. ഏതെങ്കിലും മനുഷ്യൻ ജഡത്തിൽ അവൻ പുകഴുന്നെങ്കിൽ എന്റെ കഴിവ്, എന്റെ മിടുക്ക്, പണ്ട് ബാബിലോണിന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കയറി നെബൂഖദ്നേസർ പറഞ്ഞതുപോലെ, ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ
നാമത്തിനായി, എന്റെ പ്രതാപത്തിന്റെ പുകഴ്ചയ്ക്കായി, എന്റെ സാമ്രാജ്യം എന്ന് പലവട്ടം ഞാൻ എന്ന് പറഞ്ഞപ്പോ ഉടനെ അവൻ ഒന്നുമല്ലെന്ന് തമ്പുരാൻ തെളിയിച്ചതുപോലെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കൃപയിൽ നിൽക്കുന്ന ഒരുവനും അങ്ങനെ പറയാൻ പറ്റില്ല. അവൻ പറയുന്നു, എന്ത് വിജയം നേടിയാലും, എന്ത് ശുശ്രൂഷയിൽ വളർന്നാലും, എത്ര നിലവാരത്തിലെത്തിയാലും, എന്തെല്ലാം നേടിയാലും ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ. ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്ന ഈ രാത്രി സഹോദരങ്ങളെ, നമുക്ക് ആ ബോധ്യമുണ്ടോ? പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ, അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചു. യേശുവിന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ അപ്പോസ്തലന്മാരാണ് അവരെന്ന് പറഞ്ഞത്. 1 കൊരിന്ത്യർ 15 അധ്യായത്തിന് 1 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അതിനകത്ത് പത്രോസ് ഉണ്ട്, യാക്കോബുണ്ട്, അപ്പോസ്തലന്മാരെല്ലാവരും ഉണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റവനായി കണ്ട 500-ലധികം ആളുകളുണ്ട്. ഇവരെ എല്ലാം മുമ്പിൽ നിർത്തി പൗലോസ് പറയുകയാണ്, അവരെല്ലാവരെക്കാളും ഞാൻ അധികം അധ്വാനിച്ചു. നമ്മളാണെ അത്രയും പറഞ്ഞേച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടേനെ, ഇല്ലേ? ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ ആദ്യമൊക്കെ ചിന്തിച്ച് പൗലോസ് ഒരു അഹങ്കാരിയാണ്. കാരണം എന്താ? ഇത്രയും വലിയ അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരായ ഈ ശിഷ്യന്മാരുടെയും പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുകയാണ്, അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവിനെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം, അത്രയും പറഞ്ഞ് പൗലോസ് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, ഒരു വാചകം കൂടെ ചേർത്ത് വെച്ചു. എന്താണെന്നറിയാവോ? സ്തോത്രം, ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. നിങ്ങൾക്ക് കൃപയിൽ നിൽക്കുന്ന മനുഷ്യന്റെ ലക്ഷണം മനസ്സിലായോ? അവൻ എന്തെല്ലാം നേട്ടങ്ങൾ നേടിയാലും, എന്തെല്ലാം ഉയർച്ചകളിൽ എത്തിയാലും, എത്ര ഫലകരമായി ശുശ്രൂഷിച്ചാലും അവൻ ഞാനെന്നല്ല പറയുന്നത്, എന്റെ മേലുള്ള ദൈവകൃപ എന്നാണ്. ഇന്ന് രാത്രി ആ ബോധ്യമുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറ. കർത്താവെ, കഷ്ടങ്ങളെ തരണം ചെയ്തത്, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തത്, ശുശ്രൂഷയിൽ നിലനിന്നത്, കൂടെ ഇറങ്ങിയ പലരും പരാജയപ്പെട്ടിട്ടും ഇതുവരെ നിൽക്കാൻ ഒത്തത് ഞാനല്ല, എന്റെ കഴിവല്ല, എന്റെ മേൽ ദൈവം പകർന്ന കൃപയാണ്, ദൈവകൃപയാണ്. സ്തോത്രം. അപ്പൊ ദൈവകൃപയുള്ളവൻ, കൃപയിൽ നിൽക്കുന്നവൻ അതേ പറയാനൊക്കൂ, ദൈവകൃപ. ഇനി നമ്മുടെ വായിച്ച അധ്യായത്തിലോട്ട് വന്നേ. പൗലോസ് പറയാണ്, എങ്ങനെ അറിയാം ദൈവകൃപയുള്ള ഒരു മനുഷ്യനെ? വേഷം നോക്കിയാൽ അറിയാവോ? ഭാഷ കേട്ടാൽ അറിയാവോ? വേണമെങ്കിൽ കുറച്ചൊക്കെ പറയാമെങ്കിലും നമ്മളെക്കാളൊക്കെ ഇത് നന്നായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ കുറച്ചു വർഷം പാലക്കാട് കർത്താവിന് വേല ചെയ്തു. പാലക്കാട് സിറ്റിയില് ഒരു ആശ്രമമുണ്ട്, ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ വിഭാഗത്തിന്റെ സന്യാസിമാര് താമസിക്കുന്ന ഒരു ആശ്രമം. വളരെ മനോഹരമാണ് അവരുടെ ബിൽഡിങ്, സംവിധാനങ്ങളെല്ലാം. പാലക്കാടുള്ള നമ്മുടെ 2 സഹോദരിമാർക്ക് ഒരിക്കലും ഒരു അബദ്ധം പറ്റി. അവര് ബസ് കയറാൻ നിൽക്കുകയാണ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ നല്ല വെള്ള വസ്ത്രം ധരിച്ച്, നല്ല ഫുൾ കൈ വരെ വെള്ള വസ്ത്രം ധരിച്ച്, ഫുൾ കഴുത്തൊക്കെ വട്ടക്കഴുത്തുമൊക്കെ ഇട്ട്, ഫുൾ കൈ വെള്ള വസ്ത്രം ധരിച്ച്, നല്ല വെള്ള സാരി ഉടുത്ത്, ഈ നെഞ്ചില് പണ്ടൊക്കെ നമ്മുടെ സഹോദരിമാരും ദൈവദാസന്മാരൊക്കെ വെക്കുമായിരുന്നല്ലോ, നമ്മൾ ഒരു സ്റ്റിക്കർ അല്ലെ, ബ്ലഡ് ഓഫ് ജീസസ്, അല്ലെ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ജീസസ് ഈസ് ദ ഓൺലി സേവിയർ എന്നൊക്കെ പറഞ്ഞ ചെറിയ ഒരു സ്റ്റിക്കർ വെക്കുമായിരുന്നു. അത് എങ്ങനെ പിൻ ചെയ്ത് വെക്കും സെറ്റ് പിന്നിൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നെഞ്ചത്ത് ഒരു സ്റ്റിക്കറൊക്കെ വെച്ച് 2-3 സഹോദരിമാര് ബസ്സിൽ കയറാൻ വന്നു. നമ്മുടെ ആൾക്കാർക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. അവരിത് കണ്ടപാടെ വെള്ളവസ്ത്രം ധരിച്ച് കണ്ടപ്പോ അവര് വിചാരിച്ച് TPM-ലെ സഹോദരിമാരാണ് എന്നുള്ള ചിന്തയിൽ പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഉടനെ അവര് തിരിച്ച് ഓം ശാന്തി എന്ന് പറഞ്ഞു. പെണ്ണുങ്ങളാകെ അന്തിച്ചു പോയി. ഇതെന്തൊരു സംഭവം, ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു പ്രത്യഭിവാദം. അപ്പോഴാണ് അവർക്ക് അബദ്ധം പറ്റിയത്, അവർക്ക് മനസ്സിലായത്. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടുത്തമില്ല, ഇങ്ങനെയുള്ള സമൂഹം ഉണ്ടെന്നോ, ഇങ്ങനെയുള്ള ആളുകള്. അത് ഒരു നല്ല തൂവെള്ള വസ്ത്രം, നമ്മുടെ ഇടയിൽ ഇതുവരെ ആരും സാധാരണ അങ്ങനെ ധരിക്കാറില്ല. അത്ര തൂവെള്ള വസ്ത്രം മാത്രമേ അവർ ധരിക്കൂ, ഒരാഭരണങ്ങളും ധരിക്കില്ല. വളരെ ഡീസന്റ് ആയിട്ടുള്ള വസ്ത്രധാരണം, വളരെ മാന്യമായ സംഭാഷണം, നല്ല വിദ്യാസമ്പന്നരായ ഒരു സമൂഹമാണ് അവർ. അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് വേഷം കണ്ടപ്പോ അവർ വിചാരിച്ചത് നമ്മുടെ ആളാണ്. അതാണ് ഒരു അബദ്ധം. അത് പറയാനാ ഞാൻ വന്നു. നമ്മൾ ഈ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ നല്ല വെള്ളയിട്ട് ആഭരണവും കൂടി ഇല്ലാതെ വന്ന അന്നേരം നമ്മൾ തീരുമാനിച്ച് നല്ല കൃപയുള്ള ഒരു സഹോദരിയാണ്. കൃപയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ഈ പുറമേ കാണുന്ന എന്തെങ്കിലും ആണോ? പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരായ നമുക്ക് കൃപ എന്നതിന് നമ്മുടേതായ ഒരു വ്യാഖ്യാനം കൂടി ഉണ്ടില്ലേ? ഇന്നിപ്പോ ജിസിസ്റ്ററോട് ആരെങ്കിലും ചോദിച്ചോന്ന് അറിയത്തില്ല, വല്ല കൃപയുള്ള പാസ്റ്ററാണോ പ്രസംഗിക്കുന്നത്? ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചില്ലറ യോഗത്തിനൊക്കെ പോകുന്ന ഒരു ഉപദേശിയാണ്.
അപ്പൊ ചിലയിടത്ത് ചെല്ലുമ്പം പ്രത്യേകിച്ച് സഹോദരിമാർക്കാണ് ഇതിനകത്ത് കൂടുതൽ ആകാംക്ഷ. ഞാനും ഒരു സഭാ പാസ്റ്ററാണ് കഴിഞ്ഞ 10-36 വർഷമായിട്ട്. അപ്പം ഇവിടെ ഗസ്റ്റൊക്കെ വരുമ്പോ എന്നോടും ചിലർ ചോദിക്കാറുണ്ട്, പാസ്റ്റർ ഇപ്രാവശ്യം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിരിക്കുന്ന ദൈവദാസൻ കൃപയുള്ളയാളാണോ? എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞാൻ ഈ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ പെന്തക്കോസ്തിലെ ഒരു 3-ാം തലമുറക്കാരനാണ്. എന്റെ മക്കൾ 4-ാം തലമുറ. അതുകൊണ്ട് ഈ പെന്തക്കോസ്തിന്റെ ഭാഷയൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. അവർ ഈ കൃപയുള്ള ദൈവദാസനാണോ എന്ന് ചോദിച്ചാൽ എന്നെ അർത്ഥമാക്കുന്നതെന്ന് അറിയാവും. അയാൾ ദൈവകൃപയിൽ നിൽക്കുന്നതാണോന്നോ ദൈവകൃപയിൽ ജീവിക്കുന്ന ആളാണോന്നൊന്നും അല്ല. മറിച്ച് പാസ്റ്റർ നിൽക്കുന്ന പോലെ ഈ പുൾപിറ്റെ മാത്രമേ നിൽക്കുവുള്ളൂ, അതോ ഇടയ്ക്ക് യോഗത്തിനിടയ്ക്ക് ഞങ്ങളുടെ ഇടയ്ക്കൂടൊക്കെ ഇറങ്ങി വരുവോ, തലയിൽ കൈ വെക്കുവോ, ഒന്ന് കുലുക്കി ഒരു ദൂതൊക്കെ പറയുവോ, 2 അന്യഭാഷയൊക്കെ പറഞ്ഞേച്ചൊരു ദൂത് പറയുവോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നതിന്റെ അർത്ഥമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ നമ്മുടെ ആളുകൾക്ക് ഈ പെന്തക്കോസ്തർക്ക് കൃപ എന്നതിന് നമ്മൾ കൊടുത്തേക്കുന്ന ഒരു നിർവചനം കൃപയല്ല, സത്യത്തിൽ അത് കൃപാവരവാണ്. അത് തിരിച്ചറിയുന്നില്ല. നമ്മൾ അതിനെ എല്ലാം കൂടെ ഇങ്ങോട്ട് ഒറ്റ വാക്കിനകത്ത് അങ്ങ് ഉൾപ്പെടുത്തുക. ഞാന് വളരെ തെക്ക് ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പോയി. അവിടെ ചെന്ന് രാത്രി മുഴുവൻ ട്രെയിനിൽ യാത്ര ചെയ്ത് പോവാണ്. അവിടെ എത്തി ഉറക്കളച്ച് അവിടെ എത്തി രാവിലെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്ററെ പറഞ്ഞു, നമ്മുടെ കർത്താവിന്റെ ദാസൻ വളരെ ദൂരേന്ന് വന്നിരിക്കുകയാണ്, അങ്ങ് മലബാറിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് ആവശ്യത്തിന് സമയം കൊടുക്കണമെന്ന് പറഞ്ഞു. പുള്ളി ആവശ്യത്തിന് സമയം തന്നു. ഒരു പാട്ടും പാടിയച്ച് ഒരാൾ പ്രാർത്ഥിച്ചേച്ച് പറഞ്ഞു, ഇനി മുഴുവൻ സമയം പാസ്റ്റർ കൊള്ളാമെന്ന്. ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്നവർക്ക് അറിയാലോ. ചെന്നതാണ്, ഗസ്റ്റായിട്ട് വിളിച്ചതാ, പ്രസംഗിക്കാതിരിക്കാൻ പറ്റിയല്ല. ഞാനൊരു 2-2.25 മണിക്കൂർ പ്രസംഗിക്കേണ്ടി വന്നു. ഈ പ്രസംഗം കഴിഞ്ഞേച്ച് ഞാൻ വളരെ ക്ഷീണിച്ച്, യാത്രാക്ഷീണം ഉറക്കക്ഷീണം എല്ലാം ആയിട്ട് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് ആ പാസ്റ്ററുടെ പാഴ്സണേജിൽ എനിക്ക് തന്ന മുറിക്കകത്ത് കയറി ഞാന് വേദപുസ്തകം അവിടെ വെച്ചേച്ച് വളരെ ക്ഷീണിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ചിന്തയിൽ ഒന്ന് റെഡി ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സഹോദരി എന്റെ അനുവാദമോ അറിവോ കൂടാതെ ചാടി മുറിക്കകത്ത് കയറി അവിടെ ഒരു കസേര ഉണ്ടായിരുന്നു, അത് വലിച്ചിട്ടിരുന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ എനിക്കാകെ പരിഭ്രമമായി, ഇതെന്താണ് ഈ സഹോദരി ഇങ്ങനെ ചെയ്ത്. അപ്പൊ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ സിസ്റ്റർ എന്ന്. അപ്പൊ എന്നോട് പറയാണ്, പാസ്റ്റർക്ക് കൃപയുണ്ടോ എന്നറിയാൻ വന്നാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ 2 മണിക്കൂറിലധികം പ്രസംഗിച്ചിട്ട് സഹോദരിക്ക് മനസ്സിലായില്ലേ എനിക്ക് കൃപയുണ്ടോ എന്ന്. അന്നേരം പറഞ്ഞ ആ കൃപയല്ല മറ്റേ കൃപയുണ്ടോ എന്ന്. ഏതായി മറ്റേ കൃപയെന്ന് ചോദിച്ചാൽ അവരവരുടെ കാര്യം പറഞ്ഞു. അവർക്ക് 2 പെമ്മക്കളാണ്. ഒരു കൊച്ചിന് അന്ന് 20 വയസ്സുണ്ട്, മറ്റേ കൊച്ചിന് 18 വയസ്സുണ്ട്. ഭർത്താവ് വിദേശത്താണ്. അപ്പം അവര് പറഞ്ഞത്, ഞാൻ ഈ പെമ്മക്കളുടെ കാര്യത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേച്ചി, കല്യാണം എപ്പം നടക്കും, ഏത് രാജ്യത്തുനിന്ന് ആലോചന വരും, എന്താണ് സംഭവം എന്ന് ഞാൻ പറയണം. അതാണ് ഈ മറ്റേ കൃപ. മനസ്സിലായല്ലോ? അപ്പൊ ഞാന് അവരോട് പറഞ്ഞു, എന്റെ പൊന്നു സഹോദരി, എന്റെ വീട്ടിൽ 3 പെൺപിള്ളാരാ, ഞങ്ങൾക്ക് 3 പെമ്മക്കളാ. ഞങ്ങൾക്ക് അന്ന് മൂത്തേന്റെയും കല്യാണം നടന്നിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു, എന്റെ വീട്ടിലെ 3 എണ്ണത്തിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഞാനാണ് ഇനി നിങ്ങളുടെ 2ന്റെ കാര്യം പറയാൻ. എത്ര എളുപ്പമായി ആളുകൾക്കെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളല്ല ഈ കൃപയെന്നൊക്കെ പറയുന്ന എന്തിനെ കുറിച്ചാണ്? നമ്മുടെ ഭാവി പറയുന്ന, മക്കളുടെ ഭാവി പറയുന്ന, പോകുന്ന രാജ്യം പറയുന്ന, കല്യാണം നടക്കുന്ന പ്രായം പറയുന്ന ആളാണെങ്കിൽ നിങ്ങൾ പറയും, നമ്മൾ പറയും, ആ നല്ല കൃപയുള്ള ഒരു ദൈവദാസനാണ്. ഇതൊന്നും അല്ല സഹോദരങ്ങളെ കൃപയുടെ ലക്ഷണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവകൃപയുള്ളവനെ എങ്ങനെ തിരിച്ചറിയാം? ഒന്നാമത്തെ കാര്യം, ഞാൻ ആ വാക്യത്തിന്റെ നമ്മൾ വായിച്ച വാക്യം ഉണ്ടല്ലോ, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഒന്നാമത്തെ കാര്യം, ദൈവകൃപയുള്ളവനെ തിരിച്ചറിയാൻ പൗലോസ് പരിശുദ്ധാത്മാവിൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ദൈവത്തിന് സ്തോത്രം, അവൻ പ്രവചിക്കുവോ എന്നുള്ളതല്ല, അവൻ പ്രസംഗിക്കുവോ എന്നുള്ളതല്ല, അവൻ ദൂത് പറയുവോ എന്നുള്ളതല്ല, ഭാവി പറയുവോ എന്നുള്ളതല്ല. മറിച്ച് ദൈവകൃപയുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണ്? അവന് പ്രത്യാശയിൽ പ്രശംസയുണ്ടോ എന്നുള്ളതാണ്. മനസ്സിലായോ? പ്രത്യാശയെ കുറിച്ച് പ്രശംസയുണ്ടോ? ഇവിടെ കാണുന്ന ഭൗതിക കാര്യങ്ങളിലും നേട്ടങ്ങളിലും മാത്രം എല്ലാം സംഭവമാണെന്ന് വരുത്തി തീർക്കുന്നതിനപ്പുറത്ത് പ്രത്യാശയിൽ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവവൈതലാണെന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? ഇന്ന് രാത്രി ഈ വചനം ഞാൻ പറയുമ്പോൾ എന്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടുത്തെ സ്ഥാനത്തിലുള്ള പ്രശംസയല്ല, ഇവിടുത്തെ മാനത്തിലുള്ള പ്രശംസയല്ല, ഇവിടെ നേടിയതിലുള്ള പ്രശംസയല്ല, പ്രാർത്ഥിച്ച് കിട്ടിയതിന്റെ വലിപ്പം പറയുന്നതല്ല. ആമേൻ. നീ യഥാർത്ഥത്തിൽ ദൈവകൃപയിലാണ് നിൽക്കുന്നതെങ്കിൽ
പ്രത്യാശയിൽ നിനക്ക് പ്രശംസ ഉണ്ടാകും. ആമേൻ. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്ന ദൈവമക്കൾ, ദൈവത്തിന്റെ സ്തോത്രം. ഇന്നത്തെ ആത്മീയ ലോകം മുഴുവൻ എടുത്തു നോക്ക്, പൊങ്ങച്ചക്കാരുടെ ഒരു കൂടാരമായി ഇത് പലപ്പോഴും മാറുകയാണ്. ആമേൻ. അവർക്കുള്ളതിന്റെ വലിപ്പം, മക്കൾ ചെന്നതിന്റെ വലിപ്പം, പോയതിന്റെ വലിപ്പം, നേടിയതിന്റെ വലിപ്പം, ഇതൊക്കെ കേൾക്കുന്ന ആളുകളിലും തെറ്റായ ആശകൾ ഉളവായി വരുമ്പോ ഇതെല്ലാം ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, നമ്മൾ വിടിവിക്കപ്പെട്ടത്, ഈ കൃപയിലേക്ക് വന്നത്, ഈ കൃപയിൽ നിൽക്കുന്നത് നമ്മുടെ പ്രത്യാശ നാടിനെ നോക്കി പാർക്കാനാണെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. സ്വയം ആ ചോദ്യം ചോദിക്കേ, നമ്മുടെ പ്രശംസ ഏതിലാണ്? നമ്മൾ ഏതിലാ പ്രശംസിക്കുന്നത്? ദൈവ തേജസ്സിന്റെ പ്രത്യാശയിലാണോ നമ്മുടെ പ്രശംസ? എന്നിട്ടാണ് 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, അത് മാത്രമല്ല, നമ്മള് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ദൈവകൃപയുള്ളവനല്ലാതെ ആർക്കാണ് കഷ്ടതയിൽ പ്രശംസിക്കാൻ സാധിക്കുന്നത്? കഷ്ടതയിൽ പ്രശംസിക്കാൻ സാധിക്കുന്നു. നമ്മളെ ഒരുപാട് മനുഷ്യരെ ആത്മീയ ലോകത്ത് കുഴക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ദൈവകൃപയിൽ നിൽക്കുന്നവന് കഷ്ടത എന്നുള്ളത്. വൈ സഫറിങ്? എന്തുകൊണ്ട് കഷ്ടത? ഈ ചോദ്യത്തിന് കൃപയിൽ നിൽക്കുന്നവന് മാത്രമേ യുക്തിസഹമായ പ്രായോഗികമായ ഒരു മറുപടി പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. പൗലോസോടെ പറയുന്ന വാക്യം ഇനി നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. ഇവിടെ പൗലോസ് പറയുകയാണ്, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കാനുള്ള കാരണം എന്താണ്? അതാണ് 3-ാം വാക്യം. എന്താ 3-ാം വാക്യം? സ്തോത്രം. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. കഷ്ടത പ്രത്യാശയെ കൊളവാക്കുന്നല്ല. ഇന്ന് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ കഷ്ടത പ്രത്യാശയെ കൊളവാക്കുക, എന്നാൽ കഷ്ടത പ്രത്യാശയെ ഉളവാക്കുന്നെന്നാണ് പൗലോസ് പറഞ്ഞത്. വ്യത്യാസം മനസ്സിലായോ? ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകൾ നിന്റെ ജീവിതത്തെ തകർക്കാനുള്ളതല്ല, നശിപ്പിക്കാനുള്ളതല്ല, മറിച്ച് നിന്നെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവനാക്കി തീർക്കാനാണ്. സത്യത്തിൽ ആ 3-ാം വാക്യത്തിന്റെ മർമ്മം മനസ്സിലായാൽ പുതിയ നിയമവിശ്വാസിക്ക് ഒരിക്കൽ പോലും കഷ്ടങ്ങളിൽ പിറുപിറുക്കാനോ ദൈവത്തെ ചോദ്യം ചെയ്യാനോ പറ്റില്ല. നിങ്ങൾ ഇനി ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കണം സഹോദരങ്ങളെ. പഴയ നിയമത്തിലെ ഏറ്റവും കരുത്തനായ ന്യായാധിപനായിരുന്നു ഗിദെയോൻ എന്ന് പറയുന്ന ഒരാള്. കരുത്തന്മാരുടെ കൂട്ടത്തിൽ ഒരു കരുത്തനായിരുന്നു. സ്തോത്രം. പക്ഷെ ആ മനുഷ്യനും ദൈവത്തോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയാവോ? വൈ ലോർഡ്? എന്തുകൊണ്ട് കർത്താവേ? എന്തുകൊണ്ട് ദൈവമേ? സ്തോത്രം. ശത്രു സൈന്യം തങ്ങളുടെ സമ്പാദ്യങ്ങളെ അപഹരിക്കുമ്പോൾ, കൃഷിഫലങ്ങളെ അവരപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ, നന്മകളെ ചോർത്തിക്കൊണ്ടു പോകുമ്പോൾ, അവൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് തന്നോട് സംസാരിക്കുന്ന ദൂതനോട്, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭവിക്കുന്നതൊക്കെയും എന്തുകൊണ്ട്? 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 സങ്കീർത്തനങ്ങൾ നോക്കുക, 100 കണക്കിന് പ്രാവശ്യം ആ ചോദ്യങ്ങളുണ്ട്. വൈ ലോർഡ്? എന്തുകൊണ്ട് കർത്താവേ? നീ എന്നെ എന്തുകൊണ്ട് മറന്നു? എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? പുതിയ നിയമത്തിൽ ഒരൊറ്റ ക്രിസ്തു ഭക്തനും ഒരിക്കൽ പോലും ചോദിക്കാത്ത ചോദ്യമാണ് എന്തുകൊണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയ നിയമവിശ്വാസി എവിടെയെങ്കിലും, അപ്പോസ്തലന്മാര് ആത്മീക വെളിച്ചം കിട്ടിയ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആ ചോദ്യം? ലേഖനങ്ങളിൽ എവിടെയെങ്കിലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നെന്ന് ആരെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എന്താ കാര്യം? ഒരു പുതിയ നിയമവിശ്വാസിക്ക് പഴയ നിയമ ഭക്തന്മാർക്കും അപ്പുറത്ത് ദൈവം നൽകിയ ഒരു വെളിപ്പാടുണ്ട്. അത് മറ്റൊന്നുമല്ല, കഷ്ടതകൾ നമ്മുടെ കഷ്ടതകൾ ദൈവമേ എൻ അവകാശം തന്നെയല്ലോ, വിശ്വസിപ്പാൻ മാത്രമല്ല നൽവരം തങ്ക കഷ്ടതകൾ സഹിപ്പാനും കൃപത എന്ന് പാടിയവരാണ് നമ്മുടെ പിതാക്കന്മാർ. ഇന്ന് രാത്രി കഷ്ടങ്ങളുടെ നടുവിൽ പതറിപ്പോകുന്ന, കുലുങ്ങിപ്പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങളോട് പറയുന്നു, ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ഈ മർമ്മം മനസ്സിലായാൽ അവൻ കഷ്ടങ്ങളെ ശപിക്കുമെന്നല്ല, കഷ്ടങ്ങളിൽ പിറുപിറുക്കുമെന്നല്ല, പിന്മാറുമെന്നല്ല, അവൻ കഷ്ടങ്ങളിൽ പ്രശംസിക്കും. പൗലോസ് പറഞ്ഞ വചനം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. 3-ാം വാക്യം. കഷ്ടത സഹിഷ്ണുതയെയും,
സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ റൂട്ട് മനസ്സിലായോ? കഷ്ടതയിൽ തുടങ്ങുന്നത് അവസാനിക്കുന്നത് എവിടെയാ? പ്രത്യാശയിൽ. കഷ്ടതയിൽ തുടങ്ങിയത് ചില അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് ഒടുവിൽ പ്രത്യാശയിൽ അവസാനിക്കുന്നു. സ്തോത്രം. അങ്ങനാണെങ്കിൽ ഞാൻ അതിനെ ഇങ്ങനെ പറയുന്നു, സഫറിങ് ഈസ് ദ റോ മെറ്റീരിയൽ ഓഫ് ഹോപ്പ്. നമ്മുടെ പ്രത്യാശയുടെ ഒരു അസംസ്കൃത രൂപമാണ് കഷ്ടത. മനസ്സിലായോ? കാരണം കഷ്ടത അതിൽ തന്നെ നമുക്ക് സന്തോഷമായി തോന്നുന്നില്ല. പക്ഷെ ആ കഷ്ടത റിഫൈൻഡ് ചെയ്ത് വന്ന് അത് എത്തുന്നത് തേജസ്സുള്ള ഒരു പ്രത്യാശയിലാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പരിജ്ഞാനം അകത്ത് വന്നാൽ നമ്മൾ കഷ്ടങ്ങളെ കുറിച്ച് പിന്നെ നിരാശപ്പെടുവോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് എണ്ണ കുഴിച്ചെടുക്കുന്ന രാജ്യമാണ്. എണ്ണക്കിണറുകൾ ധാരാളമുണ്ട്. എണ്ണക്കിണറുകൾ അതൊരു സത്യവുമാണ്. പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, എണ്ണക്കിണറുകളുണ്ട്. പ്രത്യേകിച്ച് സൗദിയില്, മറ്റു പല രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ഉണ്ട് എണ്ണക്കിണറുകൾ. നിങ്ങൾ ഒരു ദിവസം ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു എണ്ണക്കിണറിന്റെ അടുത്ത് ചെന്ന്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനടുത്ത് ചെന്ന് അവിടെയുള്ള ആളോട് പറയാണ് ഫുൾ ടാങ്ക് അടിച്ചേക്കാൻ പറഞ്ഞാൽ, ആ പുള്ളി നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ അയാൾക്ക് അന്നേരം മനസ്സിലാകും യാതൊരു ബോധവും ഇല്ലാത്ത ഒരുത്തനാണ്. എണ്ണക്കിണറിനകത്ത് ചെന്ന് എണ്ണ അടിച്ചോളാൻ പറഞ്ഞ ആരെങ്കിലും എണ്ണ അടിക്കുവോ? അപ്പോ നിങ്ങൾ ചോദിക്കുകയാണ്, അല്ല സുഹൃത്തെ, ഇത് എണ്ണക്കിണറല്ലേ? അത് എണ്ണക്കിണറാണ്. അത് തന്നെയാ ഞാൻ പറഞ്ഞത്, എന്റെ വണ്ടി ഫുൾ ടാങ്ക് അടിച്ചേക്കാൻ. അയാൾക്ക് മനസ്സിലാകും യാതൊരു വിവരവും ഈ വിഷയം സംബന്ധിച്ച് ഇയാൾക്കില്ല. എന്താ കാര്യം? ഒരെണ്ണക്കിണറിലും കുഴിച്ചെടുക്കുന്ന എണ്ണ അതുപോലെ ഒരു വാഹനത്തിലും യന്ത്രങ്ങളിലും ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലാക്കണേ? ഒരെണ്ണക്കിണറിലും കുഴിച്ചെടുക്കുന്ന അസംസ്കൃത എണ്ണ ഒരു യന്ത്രത്തെയും പ്രവർത്തിപ്പിക്കില്ല. ഒന്നിനെയും ചലിപ്പിക്കാൻ അതിന് ശക്തിയില്ല. പക്ഷെ കുഴിച്ചെടുക്കുന്നത് എണ്ണയാണോ? അത് എണ്ണയാണ്, സംശയമൊന്നുമില്ല. ഇത് എണ്ണയായി നമ്മുടെ വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ, ടൺ കണക്കിന് ഭാരവും ചുമന്ന് ആകാശത്തൂടെ ഫ്ലൈറ്റ് പറത്തണമെങ്കിൽ, ഏവിയേഷൻ ഓയിലായി മാറണമെങ്കിൽ ഇതിന് കുറച്ച് പ്രോസസ്സുകളുണ്ട്. എണ്ണക്കിണറ്റിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണ വലിയ സംവിധാനങ്ങളിലൂടെ പലവിധ റിഫൈനറികളിലൂടെ കയറി ഇറങ്ങും. റിഫൈനറികളിൽ അനേക പ്രോസസ്സിന് ഇത് വിധേയപ്പെടും. പലയിടങ്ങളിലൂടെ കയറി ഇറങ്ങും. ചൂടാക്കേണ്ടിടത്ത് ചൂടാക്കും, മറ്റു പ്രഷറുകൾ ചെലുത്തേണ്ടിടത്ത് അത് ചെലുത്തും. അങ്ങനെ കുറെ പ്രോസസ്സിലൂടെ ഇത് കയറി ഇറങ്ങുമ്പം ഇത് പലതായിട്ട് രൂപാന്തരപ്പെടും. പ്രോസസ്സ് കുറച്ച് മതിയെന്നിരിക്കട്ടെ, എനിക്ക് ഇത്രയൊന്നും സഹിക്കാൻ വയ്യ, ഇത്രയൊന്നും താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ലെന്ന് പറഞ്ഞാൽ ഈ കുഴിച്ചെടുത്ത സാധനം ടാറായിട്ട് മാറാം, കരിയോയിലായിട്ട് തീരാം, ഡീസലായിട്ട് മാറാം, ഇനി ശുദ്ധീകരിച്ച പെട്രോളായിട്ട് മാറാം, വീണ്ടും ശുദ്ധീകരിച്ചാൽ ഏവിയേഷൻ ഓയിലായിട്ട് മാറാം. ഇതെല്ലാം സത്യത്തിൽ വന്നത് എവിടുന്നാണ്? വന്നത് എണ്ണക്കിണറ്റിൽ നിന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പക്ഷേ ഈ കിണറ്റിൽ നിന്ന് കുഴിച്ചെടുത്ത ഈ അസംസ്കൃത വസ്തു ഏറ്റവും ഒടുവിൽ വിമാനം പറത്തുന്നതായിട്ട് പോലും അത്രയും പവർ ഉള്ളതായിട്ട് മാറുന്നതിനിടയിൽ ഇതിൽ കടന്നു പോകേണ്ടി വന്ന ചില പ്രോസസ്സുകളുണ്ട്. കഷ്ടത അതിൽ തന്നെ നമുക്ക് നന്മയായി തോന്നില്ല, അനുഗ്രഹമായി തോന്നുകയില്ല, അത് തന്നെ നമുക്ക് ആശാവഹമായിട്ട് തോന്നില്ല. നമ്മൾ പറയുന്നത്, എന്തിനാണ് കർത്താവേ ഈ കഷ്ടത എന്റെ ജീവിതത്തിൽ തന്നത്? എന്തിനാണ് നീ ഇതെന്റെ ജീവിതത്തിൽ അനുവദിച്ചത്? എന്തിനാണ് അങ്ങ് ഇതിന് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ അനുവദിച്ചത്? ശാന്തമായി കർത്താവ് പറയും, മകനെ, ഇത് നിനക്കിപ്പം മനസ്സിലാകുന്നില്ല. ഈ കഷ്ടത
പ്രത്യാശയുടെ ഒരാദ്യ രൂപമാണ്. നിന്റെ പ്രത്യാശയെ ആമേൻ സ്ഫുടം ചെയ്ത് പുറത്തെടുക്കാൻ, നിത്യതയ്ക്ക് വേണ്ടി നിന്നെ ഒരുക്കാൻ ഇന്ന് ദൈവം ഉപയോഗിക്കുന്ന ഒരസംസ്കൃത രൂപമാണ് കഷ്ടതയെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറ. കർത്താവെ, കഷ്ടതകളെ കുറിച്ച് ഞാൻ പുറുപുറുത്തിട്ടുണ്ടെങ്കിൽ, നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സും അടുത്തിട്ടുണ്ടെങ്കിൽ, ഇല്ല, ഇന്ന് രാത്രി ഈ വെളിപ്പാട് എന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. കാരണം ഞാൻ കടന്നു പോകുന്ന ഓരോ കഷ്ടതകളും ആത്യന്തികമായി ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്റെ പ്രത്യാശയുടെ ഒരാദ്യ രൂപമാണ്. നമുക്കിത് പലപ്പോഴും മനസ്സിലാകുന്നില്ല. കർത്താവ് പത്രോസിനോട് പറഞ്ഞ ഒരു വാക്യം ഞാന് യോഹന്നാൻ 13:7 ഇങ്ങനെ വായിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന ഒരു വാക്യം ഒരുപാട് എന്നെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു വചനമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോഴറിയുന്നില്ല, പിന്നെ അറിയും. ഇന്ന് രാത്രി ജീവിതത്തിൽ ഭവിച്ച ചില പ്രതിസന്ധികളുടെ നടുവിൽ, അപ്രതീക്ഷിതമായി ഉണ്ടായ ചില ആഘാതങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, വേർപാടുകളുടെ നടുവിൽ മനസ്സ് തകർന്ന് ഹൃദയം മുറിഞ്ഞിരിക്കുന്ന, ഉള്ളുവേദനിക്കുന്ന ചില സഹോദരിമാരുടെ ചോദ്യത്തിന് കർത്താവ് ഇന്ന് രാത്രി ആ വാക്യത്തിലൂടെ മറുപടി തരികയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. പക്ഷെ അടുത്ത വാക്യം ശ്രദ്ധിച്ചോ: പിന്നെ അറിയും, പിന്നെ അറിയും. ആ വാക്യം അത് സത്യമാണെന്ന് ഹൃദയത്തിൽ ബോധ്യം ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറയും. ഇന്നലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാകും. ചിലതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ, പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, മനസ്സ് വേദനിച്ച സന്ദർഭങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, കർത്താവെ അർത്ഥം ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ, ശാന്തമായ ഒരു ശബ്ദം നമ്മുടെ കാതിൽ അവൻ പറയുന്നുണ്ട്: മകനെ, മകളെ, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോഴറിയുന്നില്ലെന്നേ ഉള്ളൂ, പിന്നെ അറിയും. നിന്റെ ദൈവം ദോഷമായിട്ട് ഒന്നും നിനക്ക് ചെയ്യുന്ന ദൈവമല്ല. ഈ സകല കഷ്ടതകളെയും നിന്റെ പ്രത്യാശയിൽ കൊണ്ടെത്തിക്കാൻ കഴിവുള്ള ദൈവമാണ് നിന്റെ ദൈവമെന്ന് അവൻ പിന്നത്തേതിൽ നമ്മെ ഗ്രഹിപ്പിച്ചു തരും. ജീവിതത്തിൽ ചിലതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെല്ലാം പകച്ചു പോയിട്ടുണ്ട്. ഞാനും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ തന്നെയാണ് എന്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും മുമ്പോട്ട് വന്നിട്ടുള്ളത്. നിങ്ങളിൽ ചിലരെങ്കിലും അനുഭവിക്കുന്നത് പോലെയോ പലരും അനുഭവിക്കാത്തത് പോലെയോ ഉള്ള പല വേദനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. ശുശ്രൂഷയിൽ 17-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആളാണ് ഞാൻ. എന്റെ ജീവിതവും യൗവനവും മുഴുവനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചയാളാണ്. എന്റെ ശബ്ദം എന്തെങ്കിലും പതറിയിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷം പ്രസംഗിച്ച് സംഭവിച്ചതാണ്. കവലകളിലും തിരിക്കോണികളിലും യേശുവിനെ പ്രസംഗിച്ചത് കൊണ്ടും, ആമേൻ, വെയിലും മഴയും വകവെക്കാതെ ദൈവം ഇതുവരെ തന്നെ ആയുസ് കർത്താവിന് വേണ്ടി ജീവിച്ചത് കൊണ്ട് മാത്രം ശബ്ദം പതറിയതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും ഇസങ്ങൾക്ക് വേണ്ടിയും ശബ്ദമിട്ടതിന്റെ പേരിലല്ല, ക്രിസ്തുവിനെ പ്രസംഗിച്ചതിന്റെ പേരിൽ. അതുകൊണ്ട് എനിക്ക് അഭിമാനമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത്, ആ നല്ല യൗവനത്തിൽ ദൈവവേലയ്ക്ക് സമർപ്പിച്ചിറങ്ങിയിട്ടും ജീവിതത്തിൽ കൈപ്പേർന്ന വേദന നിറഞ്ഞ അനുഭവങ്ങൾ ധാരാളം അനുഭവിക്കേണ്ടി വന്നു. കണ്ണുനീരിന്റെ വഴിത്താരകളിലൂടെ വർഷങ്ങൾ സഞ്ചരിക്കേണ്ടി വന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പലതും മുൻപിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ചില ദിവസങ്ങൾ, ചില സന്ദർഭങ്ങൾ മറക്കാൻ കഴിയാത്ത പല അനുഭവങ്ങൾ ഉണ്ടായി. പക്ഷെ ഇന്ന് രാത്രി തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി എന്റെ പ്രിയ സഹോദരങ്ങളെ, കഷ്ടതകൾ നിന്റെ നാശമല്ല, ജീവിതത്തിലെ വേദനകൾ നിന്റെ തകർച്ച അവസാനമല്ല. ദൈവം ഇതിനപ്പുറത്ത് ചിലത് നമ്മെ കുറിച്ചുള്ള പദ്ധതിയിൽ, ദൈവത്തിന്റെ കാര്യപരിപാടിയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശാന്തമായി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ, മനസ്സ് പതറുന്ന വേളകളുടെ മുമ്പിൽ, എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ അവകാശമില്ലെങ്കിലും ചോദിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ ശാന്തമായ ഒരു മറുപടി. എന്താ മറുപടി? ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. എന്റെ ആത്മീക ജീവിതത്തിൽ അസാധാരണമായ ധൈര്യവും ബലവും എനിക്ക് ദൈവം തന്നൊരു വചനമാണത്. ഇന്ന് ജീവിതത്തിൽ ഏതൊക്കെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പോകേണ്ടി വന്നാലും ആ വചനം എനിക്ക് വലിയ ധൈര്യമാണ്. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോഴറിയുന്നില്ല. സ്തോത്രം.
അതിന്റെ അർത്ഥം നീ ഒരിക്കലും അറിയലെന്നല്ല. കർത്താവ് തുടർന്ന് പറയുകയാണ്, പിന്നെ അറിയും, പിന്നെ അറിയും. സ്തോത്രം, സ്തോത്രം. പഴയ നിയമത്തിലെ യോസഫിനെ ഒന്ന് എടുത്തു നോക്കൂ. സ്വപ്നവും ദർശനവും സഹോദരന്മാരിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കി. അപ്പന്റെ സാന്നിധ്യവും സംരക്ഷണവും അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. കുടുംബത്തിലെ സുഖസുന്ദരമായ അന്തരീക്ഷത്തിൽ ജീവിച്ചു വന്ന കാലത്താണ് അപ്പന്റെ അഭീഷ്ടപ്രകാരം സഹോദരങ്ങളെ തേടി അവൻ ദേശം വിട്ട് പുറത്തേക്ക് പോകുന്നത്. പലയിടങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടന്നു. പക്ഷേ സഹോദരങ്ങളെ കണ്ടില്ല. ഒടുവിൽ അവരെ കണ്ടെത്തുമ്പോൾ സഹോദരങ്ങൾ തങ്ങളെ തേടി വന്ന ഈ അനുജനെ സ്നേഹത്തോടെ കരുതുന്നതിന് പകരം അവന്റെ ദർശനത്തെക്കുറിച്ചുള്ള ഓർമ്മ, സ്വപ്നത്തെക്കുറിച്ചുള്ള വ്യാഖ്യാന നിമിത്തം അവരെ അങ്ങേയറ്റം ദ്വേഷിച്ചു, അവനെ തള്ളിക്കളഞ്ഞു. സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. അവിടെ പൊട്ടക്കിണറ്റിലേക്കും അവിടെ നിന്നൊരു കച്ചവട ചരക്ക് പോലെ, സ്തോത്രം, അന്യദേശത്തേക്കും അവൻ നയിക്കപ്പെട്ടു. അവിടെ എത്തി മിസ്രയീമ്യനായ ഒരു മനുഷ്യൻ അവൻ വിൽപ്പന ചരക്കായി അവനെ വിറ്റു. വീട്ടിലെ സേവകനായി അവിടെ ജീവിക്കുന്ന അളവിൽ പാപം ചെയ്യാനുള്ള സാധ്യതകളെ, പ്രലോഭനങ്ങളെ എതിർത്തതിന്റെ പേരിൽ കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടി വന്നു. സ്തോത്രം. ഇല്ലാത്തത് മുഴുവനും അവന്റെ പേരിൽ കെട്ടിച്ചമച്ചു. അപവാദ ശരങ്ങളേറ്റവൻ പിടഞ്ഞു. ആ സാധുവിന്റെ ന്യായം ചോദിക്കാനോ അറിയാനോ പറയാനോ ആരും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കാരാഗ്രഹത്തിൽ പല വർഷങ്ങൾ അവൻ കിടക്കേണ്ടി വന്നു. പക്ഷെ നിങ്ങൾക്കറിയാം, പിന്നത്തേതിൽ മിസ്രയീമിലെ ആമേൻ രണ്ടാമനായി ഫറവോന്റെ അധികാരപരിധിയിൽ യോസേഫ് ഉയർത്തപ്പെട്ടു. സഹോദരങ്ങളെ, നമ്മളെ പോലെ ഒരു മനുഷ്യനല്ലായിരുന്നോ യോസേഫ്? വാഗ്ദത്തങ്ങൾ കിട്ടിയവൻ, സ്വപ്നങ്ങൾ കണ്ടവൻ, പ്രതീക്ഷകളുമായി ജീവിച്ചൊരു മനുഷ്യൻ. സ്വപ്നത്തിലേക്കുള്ള പ്രയാണമാണ് തന്റെ ഈ ജീവിതത്തിൽ ഓരോ ഏടുകളും ഒന്ന് അവന് തിരിച്ചറിയാൻ ചില ബുദ്ധിമുട്ടായി കാണുമില്ലേ? നമ്മളിൽ ഓരോരുത്തരും ചിന്തിക്കുന്നത് പോലെ തന്നെയാണ്. സ്തോത്രം. അവൻ പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ ശാന്തമായി കർത്താവിനോട് പറയുന്നു, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. ഞാൻ ചെയ്യുന്നത് നിന്റെ സഹോദരന്മാരും ഇപ്പോൾ അറിയുന്നില്ല. അവര് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അവർക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. അവിടെ നിന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോകുന്നു. ആമേൻ. ഒട്ടകക്കൂട്ടങ്ങളുടെ പുറകിൽ, ആമേൻ, ചരക്ക് കൂട്ടങ്ങളുടെ പുറകിൽ ഒരടിമയെ പോലെ വിൽപ്പന ചരക്കായി അവനെ കൊണ്ടുപോകുമ്പോൾ അവൻ ദൈവത്തോട് ചോദിച്ചു കാണും, കർത്താവേ, എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഇതിന്റെ അർത്ഥം? ശാന്തമായൊരു മറുപടി, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. അവിടെ നിന്ന് പൊത്തിഫറിന്റെ വീട്ടിലെത്തി. സ്തോത്രം. അവിടുന്ന് ഒരു മനുഷ്യനേൽക്കാവുന്നതിൽ ഏറ്റവും വലിയ മാനഹാനി, അപവാദങ്ങളേറ്റ് അവൻ ജീവിതത്തിൽ തകർച്ചയിലേക്ക് വരുന്നു. ന്യായം പറയാൻ ആരുമില്ല. ഒറ്റപ്പെടുത്തപ്പെട്ടവനായി അവൻ ആ ഭവനത്തിൽ നിന്ന് ജയിലിലേക്ക് പോയി. അവിടെ കിടന്നുകൊണ്ട് അവൻ ചോദിച്ച, കർത്താവേ, ദൈവമേ, എന്താണ് ഇതിന്റെ അർത്ഥം? ഇതൊന്നും അല്ലല്ലോ അങ്ങ് എന്നോട് പറഞ്ഞത്. ഇതൊന്നും അല്ലല്ലോ അങ്ങ് എനിക്ക് തന്ന സ്വപ്നം. അതുമായിട്ട് ഇത് ഒട്ടും ചേരുന്നില്ലല്ലോ, ചേർന്ന് പോകുന്നില്ലല്ലോ. ഇതെന്താണ്? ശാന്തമായ മറുപടി, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ വചനം ചിലരുടെയെങ്കിലും ഉള്ളങ്ങളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുടെ മുമ്പിൽ, ചില സംഭവങ്ങളുടെ മുമ്പിൽ, ചില അനുഭവങ്ങളുടെ മുമ്പിൽ എല്ലാ ദിവസവും മനസ്സ് നീറുന്ന, ഹൃദയം വേദനിക്കുന്ന, ഏകാന്തതയിൽ കണ്ണുനീരൊഴുക്കുന്ന, എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് സ്വയം സഹതപിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിരാശകൾ വിട്ടു മാറട്ടെ. കഷ്ടതകളെ താലോലിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് ആ കഷ്ടതകളിലൂടെ സ്വർഗം ഉദ്ദേശിക്കുന്ന പ്രത്യാശയിലേക്ക് ചുവടുകൾ വെക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആലോചന തരികയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ മനസ്സിലാകാത്ത പ്രതിസന്ധികളുടെ നടുവിൽ ലോകത്തോട് ചോദിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിക്ക് ശാന്തമായൊരു മറുപടി, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോഴറിയുന്നില്ല. നീ ഇപ്പോഴറിയുന്നില്ല, പിന്നെ അറിയും. അറിഞ്ഞില്ലേ യോസഫ്? അറിഞ്ഞു. പിന്നെ അവൻ ഒരിക്കൽ ഇസ്രായേലിന്റെ മന്ത്രി കസേരയിൽ പ്രതാപവാനായിരിക്കുമ്പോൾ അവൻ അറിഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി പ്രിയ സഹോദരങ്ങളെ, ദൈവകൃപയിൽ നിൽക്കുന്നവന് മാത്രം മനസ്സിലാകുന്ന ഒരു മർമ്മമാണത്.
കഷ്ടത എന്നെ സഹിഷ്ണുത പഠിപ്പിക്കുകയാണ്. സഹിഷ്ണുത എന്നെ സിദ്ധത പഠിപ്പിക്കുകയാണ്. സിദ്ധത എന്നെ പ്രത്യാശയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്കൊരു കുടുംബത്തെ അറിയാം. അപ്പൻ മക്കൾക്ക് വീതം വെച്ചപ്പോ, വസ്തു വീതം വെച്ചപ്പോ, ഒരു മകന് അപ്പന്റെ വസ്തുവിൽ ഉണ്ടായിരുന്നതിൽ കൂടുതലും പാറക്കൂട്ടമുള്ള ഒരു പോർഷനാണ് കിട്ടിയത്. അവന് വലിയ മനപ്രയാസം ഉണ്ടായി. അപ്പനോട് ഭയങ്കര കയ്പുണ്ടായി. അപ്പൻ അനീതി ചെയ്തു എന്ന് അവൻ ചിന്തിച്ചു. ആ ബന്ധങ്ങൾ പോലും ഉലഞ്ഞുപോയി. അങ്ങനെ ഇരിക്കെ എനിക്കുകൂടെ പരിചയമുള്ള, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ഒരു സഹോദരനടക്കം ജിയോളജി വകുപ്പിൽ അവരെ സഹായിക്കാൻ ആ ജോലിയുടെ ഭാഗമായി അദ്ദേഹവും അവരുടെ കൂടെ ചില മാസങ്ങൾ സഞ്ചരിച്ചു. അവര് ജില്ലയുടെ പല ഭാഗങ്ങളിൽ പോയി ചില പര്യവേഷണങ്ങൾ നടത്തി. പലയിടങ്ങളിൽ നിന്നും പാറകൾ പൊട്ടിച്ചു കൊണ്ടുവന്ന് ലാബിൽ പരിശോധിച്ചു. ഏതോ ചില സൂചനകളുടെ വെളിച്ചത്തിലാണ് അത് ചെയ്തത്. ഒടുവിൽ ഈ പറഞ്ഞ മനുഷ്യന്റെ പറമ്പിലും എത്തി. അവിടെ എത്തിയപ്പോ അദ്ദേഹത്തിന്റെ പറമ്പിലെ കല്ലുകളും അവർ പലയിടങ്ങളിൽ നിന്ന് പൊട്ടിച്ചു. അത് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചു. അവരന്വേഷിച്ചു വന്നതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം ആ കല്ലിനകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാറക്കെട്ടുകൾ. ചുരുക്കി ഞാൻ പറയാം, ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അത് മുഴുവനും വലിയ വിലക്കാണ് വിറ്റുപോയത്. അത് പൊട്ടിച്ചുകൊണ്ട് ഓരോ ലോഡിനും പ്രതീക്ഷിക്കാത്ത പണം ആ മനുഷ്യന്റെ കയ്യിൽ കിട്ടി. വളരെ വൈകി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒരിക്കൽ പറഞ്ഞു, എന്റെ അപ്പൻ ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്തത്, സഹോദരങ്ങൾ എനിക്ക് ദോഷമായിട്ടാണ് ഇത് ചെയ്തത്. പക്ഷെ ഇതിനകത്ത് ഇത്രയും വലിയൊരു അത്ഭുതം ഉണ്ടെന്ന്, ഒരു നന്മയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൻ അത് തന്നതിനായി അപ്പന് നന്ദി. പ്രിയരെ, നമ്മളൊക്കെ എത്ര വട്ടം ജീവിതത്തിൽ ചില അനുഭവങ്ങളിലൂടെ പോയപ്പോ നമ്മുടെ സ്വർഗത്തിലെ പിതാവിനെ കുറ്റം പറഞ്ഞില്ലേ? ദൈവത്തോട് നമ്മൾ ചോദ്യം ചെയ്തില്ലേ? എന്തുകൊണ്ട് എന്റെ കൂടെ ഇറങ്ങിയവർക്ക് അങ്ങനെ? എന്തുകൊണ്ട് ഞങ്ങളെക്കാൾ വൈകി വേലക്കിറങ്ങിയവർക്ക് ഇങ്ങനെ? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ? നമുക്ക് ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൻ നമ്മോട് അനീതി ചെയ്തെന്ന് നമ്മൾ ചിന്തിച്ച പല സന്ദർഭങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ നിന്ന് മാറി നിന്നല്ല ഞാനിത് പറയുന്നത്. നമ്മളെല്ലാം മനുഷ്യരാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്കൊക്കെ പ്രേരണ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവി വചനത്തിലൂടെ നമ്മോട് എല്ലാവരോടും സംസാരിക്കുന്നില്ല. നിന്റെ അപ്പൻ ദോഷമായിട്ടൊന്നും നിനക്ക് ചെയ്യുകയില്ല. ദൈവത്തിന് സ്തോത്രം. ജഡത്തിലെ അപ്പന് അദ്ദേഹത്തിന് ഇത് അറിയാതെയാണ് ഇത് ചെയ്തതെങ്കിൽ പോലും മറുവശത്ത് ഞാൻ പറയുന്നു, അവൻ ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ വരുവാനുള്ളത് അറിയുന്നതുമായ ഒരു ദൈവമാണ് എന്റെയും നിങ്ങളുടെയും ദൈവമെങ്കിൽ ആ ദൈവം ഒന്നും അറിയാതെ ചെയ്യുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നെന്ന് തിരിച്ചറിയാൻ ഈ രാത്രി എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവപൈതലേ, ലോകമനുഷ്യൻ പറയുന്നത് പോലെ നീ പറയരുത്. ലോകമനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ നീ ചിന്തിക്കരുത്. അവൻ നിരാശപ്പെടുന്നത് പോലെ നിരാശപ്പെടരുത്. കാരണം നമുക്ക് ഒരു ദൈവമുണ്ട്, നമുക്കൊരു പിതാവുണ്ട്. അവൻ നമ്മോട് പറയുന്നു, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. ദൈവം സകലവും നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നതെന്ന്. എന്തുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നു? എന്തുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ സഹിഷ്ണുതയെയും സഹിഷ്ണുത പ്രത്യാശയും നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു. നോർത്തു നോക്കുക, നമ്മൾ ആത്മീക ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ പാഠങ്ങളെല്ലാം പഠിച്ചത് കഷ്ടതയുടെ നാളുകളിലാണ് ദൈവമക്കളെ. സമൃദ്ധിയുടെ നാളുകളിൽ നമ്മൾ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ലെന്നുള്ളതാ സത്യം. സാധാരണ വേദചിന്തകന്മാർ പറയാറുണ്ട്, 2 ടെസ്റ്റാണ് ആത്മീകരുടെ മുമ്പിലുള്ളത്. ഒന്ന് പ്രോസ്പെരിറ്റി ടെസ്റ്റും മറ്റൊന്ന് പോവർട്ടി ടെസ്റ്റും. പ്രോസ്പെരിറ്റി ടെസ്റ്റ് സമ്പത്തിന്റെ നടുവിലാണ്
ഒരുപാട് പേര് ദൈവകൃപയിൽ നിന്ന് വീണുപോയത്, ദൈവത്തെങ്കിൽ നിന്ന് അകന്നുപോയത്. സ്തോത്രം. രാജാവിന്റെ അധികാരവും പദവിയും ലഭ്യമായ അനന്തരം ഏറ്റവും പാപം അത് ഗുഹകളിൽ ഉഴന്നു നടന്ന കാലത്തല്ല, മരുഭൂമിയുടെ കാലത്തെ നടുവിലാണ് പരാജയ. ലോകത്തെ മുഴുവൻ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അനേകം ആളുകളും വീണുപോയത്, ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോയത്, കൃപയിൽ നിന്ന് വീണുപോയത് സമൃദ്ധിയുടെ നടുവിലാണ്. പ്രോസ്പെരിറ്റി ടെസ്റ്റിൽ ഒരുപാട് പേര് പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാഠങ്ങൾ പഠിച്ചത് പോവർട്ടി ടെസ്റ്റിലാണ്. ദാരിദ്ര്യത്തിലൂടെയും ഞെരുക്കത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നുപോയ നാളുകളിൽ നമ്മൾ പഠിച്ചതുപോലെയുള്ള പാഠം ഇതുവരെ നമുക്ക് മറ്റൊരിടത്തും പഠിക്കാനൊത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, കഷ്ടത, സഹിഷ്ണുത നമ്മളെ പഠിപ്പിക്കും. സഹിഷ്ണുത നമ്മളെ പഠിപ്പിക്കും. സ്തോത്രം. ഞാൻ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. നമ്മളൊക്കെ ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കി. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഇയ്യോബിനെ കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ നമ്മൾ എന്താ പരാമർശിക്കുന്നത്? നമ്മളെല്ലാം അദ്ദേഹത്തെ കഷ്ടത അനുഭവിച്ച ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്, അല്ലേ? സത്യമാണ്, ഇയ്യോബ് കഷ്ടങ്ങൾ ഒത്തിരി അനുഭവിച്ച മനുഷ്യൻ തന്നെയാണ്, ഒരു തർക്കമില്ല. എന്നാൽ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം വായിച്ച എന്താ എഴുതിയിരിക്കുന്ന അറിയാമോ? സഹിഷ്ണുത കാണിച്ചവരെ ഭാഗ്യവാന്മാരെന്ന് നാം പുകഴ്ത്തുന്നു. അടുത്ത വാക്യം, യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കണ്ടും നിങ്ങൾ കേട്ടും കർത്താവ് അവന് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. ഗൗരവമായി ചിന്തിക്കണ വാക്യം. നമ്മൾ ഇയ്യോബിന്റെ കഷ്ടങ്ങളാ കാണുന്നത്, അല്ലേ? നമ്മൾ ഇയ്യോബിന്റെ കഷ്ടങ്ങളാ കാണുന്നത് എപ്പോഴും. ഇയ്യോ ആ മനുഷ്യൻ നേരിട്ട കഷ്ടം. ഞാൻ പലപ്പോഴും പ്രസംഗിക്കും പറയാറുണ്ട്, ലോകത്താർക്കെങ്കിലും ആത്മഹത്യ ചെയ്യാൻ അവകാശം ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും അർഹത ഉണ്ടായിരുന്ന ആൾ ഇയ്യോബാൻ, അല്ലേ? ഇന്നും ധാരാളം കർഷക ആത്മഹത്യകൾ നമ്മൾ കാണുന്നു. കടക്കെണി കാരണം മരിക്കുന്നു. 2 ലക്ഷം 1,75,000 രൂപ കടമുള്ളവരെ വീട്ടാ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ആത്മഹത്യ ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നെങ്കിൽ അതിനേറ്റവും ന്യായമായ അവകാശമുള്ള ആൾ ഇയ്യോബായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. സ്തോത്രം. ഒരൊറ്റ ദിവസം കൊണ്ട് പൂർവ ദിഗ്വാസികളിലും മഹാനായിരുന്ന ഈ മനുഷ്യൻ, സമ്പന്നനായിരുന്ന മനുഷ്യൻ, ആടുമാടുകളും കഴുതകളും ദാസിദാസന്മാരും ആവോളം ഉണ്ടായിരുന്ന മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് ദരിദ്രനായില്ലേ? എല്ലാം നഷ്ടപ്പെട്ടില്ലേ? സ്തോത്രം. കാർഷിക വിളകളുടെ മേൽ ഇടിത്തീ വീണ് അത് മുഴുവൻ കത്തിപ്പോയി. മൃഗസമ്പത്തുകളെ മുഴുവനും അന്യനാട്ടുകാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. സ്തോത്രം. സകല സമ്പത്തും ഒറ്റ ദിവസം കൊണ്ട്. കോടീശ്വരനായിരുന്ന മനുഷ്യൻ ഏറ്റവും വലിയ ദരിദ്രനായി എന്ന് പറയാവുന്ന ഒരു സ്ഥിതിയിലെത്തി. 10 മക്കളുടെ അപ്പനായിരുന്നു. അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ 10 മക്കൾ, 7 ആൺമക്കളും 3 പെൺമക്കളും, നാട്ടിലുള്ളതിൽ ഏറ്റവും സുന്ദരിമാരായ മക്കൾ, അനുഗ്രഹിക്കപ്പെട്ട 10 മക്കളുടെ അപ്പൻ. ഏതൊരു മാതാപിതാക്കളുടെയും അഭിമാനം അവരുടെ മക്കളാ. ആ മക്കളെ ചൂണ്ടി ഇയ്യോബ് എപ്പോഴും ഒരുപക്ഷെ സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ 1 അല്ല 2 അല്ല 10 മക്കളുടെയും ശവപ്പെട്ടി ഒരുമിച്ച് അവന്റെ വീട്ടുമുറ്റത്തെത്തിയത് നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു മകനോ മകളോ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എത്രയോ ആളുകൾ ആത്മഹത്യകൾക്ക് തയ്യാറാകുന്നു. 10 മക്കളും ഒരുമിച്ച് ലോകത്തോട് യാത്ര പറഞ്ഞ ഒരു അപ്പന്റെ ഹൃദയവേദന ഇവിടെ ആർക്ക് ഏത് ഭാഷയിൽ നിർവചിക്കാൻ സാധിക്കും? സ്തോത്രം. അതും കഴിഞ്ഞു. നമ്മൾ വായിക്കുന്നത് തല മുതൽ പാദം വരെ മനുഷ്യൻ അറപ്പുളവാക്കുന്ന കരിങ്കുഷ്ഠമെന്ന മാരക ദുഃഖരോഗത്താൽ ഇയ്യോബ് ബാധിക്കപ്പെട്ടു. സ്തോത്രം. അവന്റെ ശരീരത്തിലെ പുണ്ണിന്റെ വായ്ക്കൽ പുഴുക്കൾ മുറിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, എത്ര ഭയാനകമാണ് ആ മനുഷ്യന്റെ സ്ഥിതി. ഓട്ട് കഷണമെടുത്ത് സ്വയം ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, രട്ടിലും വെണ്ണീറിലും ഇരിക്കുന്ന ഒരു മനുഷ്യൻ. ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതി. അതിന്റെ അപ്പുറത്താണ് ഇതാ പ്രതിസന്ധികളിൽ. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, ഇത്രയും വലിയ പ്രയാസത്തിലൂടെ പോയപ്പോ ഒന്ന് ചൊറിഞ്ഞെങ്കിലും കൊടുക്കാൻ, ഓട്ട് കഷ്ണം കൊണ്ടൊന്ന് ചുരണ്ടിയെങ്കിലും കൊടുക്കാൻ ബാധ്യതപ്പെട്ട അവന്റെ ഭാര്യ ആത്മഹത്യാ പ്രേരണയുമായി അവന്റെ അടുക്കൽ നിൽക്കുന്നു.
സ്നേഹിക്കുന്നവർ പോലും പ്രതിസന്ധിയിൽ ഒരാശ്വാസം പറയാത്ത മനുഷ്യൻ. ആത്മഹത്യക്ക് മറ്റെന്തു വേണം? തന്റെ സങ്കട വിവരം അറിഞ്ഞ് ദൂരദേശത്തു നിന്ന് യാത്ര പുറപ്പെട്ട സ്നേഹിതന്മാർ പലരും വന്ന് ദിവസങ്ങളോളം മിണ്ടാൻ കഴിയാതെ അവന്റെ ദയനീയ സ്ഥിതിയിൽ അവര് ഇരിക്കുന്ന ഒടുവിൽ വാ തുറന്ന് പറഞ്ഞത് മുഴുവനും അവനെ വേദനിപ്പിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന വാർത്തകൾ. ആര് പിടിച്ചു നിൽക്കും? ആർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഇതിന്റെയൊക്കെ മധ്യത്തിലാണ് സഹോദരങ്ങളെ ഇയ്യോബ് എന്ന ദൈവഭക്തനെ കുറിച്ച് ഈ പുസ്തകം പറയുന്നത്. നമ്മൾ അവന്റെ കഷ്ടതയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അവന്റെ കഷ്ടത കണ്ടെന്നല്ല, അവന്റെ സഹിഷ്ണുതയെ കുറിച്ച് നമ്മൾ കേട്ടു. ദൈവം വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. ഇന്ന് രാത്രി കഷ്ടതകളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നമ്മുടെ കഷ്ടത എണ്ണിപ്പെറുക്കുകയല്ല, ആ കഷ്ടതയിൽ നിന്ന് സഹിഷ്ണുതയെ പഠിക്കാൻ, ആ സഹിഷ്ണുതയിൽ നിന്ന് സിദ്ധതയിലേക്ക് വരാൻ, ആ സിദ്ധതയിൽ നിന്ന് പ്രത്യാശയിലേക്ക് ചുവടുകൾ വെക്കാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. കഷ്ടത എന്തിനാന്ന് മനസ്സിലായോ? കഷ്ടത പ്രത്യാശയിലേക്കുള്ള നമ്മുടെ ആദ്യ പടിയാണ്. ഇതാർക്ക് മനസ്സിലാകും? ഇത് ദൈവകൃപയുള്ളവന് മാത്രം മനസ്സിലാകും. കൃപയിൽ നിൽക്കുന്നവന് മാത്രം മനസ്സിലാകും. നമ്മുടെയൊക്കെ പിതാക്കന്മാര് കഴിഞ്ഞ കാലങ്ങളിൽ പാടിയ പല പാട്ടുകളുണ്ട്. അതൊന്നും ഇന്നാരും അങ്ങനെ പാടാറേ ഇല്ല. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തി അരുൾക നായക, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ഇന്ന് ആര് പാടുന്നത്? കഷ്ടതയിൽ പാടാൻ, കഷ്ടതയിൽ പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ. കഷ്ടതയുടെ കയ്പ് നീരിൻ പാത്രവും അങ്ങനെക്ക് കുടിപ്പാൻ തന്നാൽ ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എനിക്ക് തരണമെന്ന് ഇന്ന് ആര് പാടുന്നു? ഇന്ന് ആ കൃപ ആർക്ക് വേണം? ദൈവത്തിന് സ്തോത്രം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിന്റെ കനം ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് പൗലോസിനോട് ചേർന്ന് പാടിയ പിതാക്കന്മാര് ഇന്നലകളിൽ നമുക്കുണ്ടായിരുന്നു. ഇന്ന് ആരിതിനെ കുറിച്ച് ചിന്തിക്കുന്നു? പക്ഷെ ഈ രാത്രി ഞാൻ പറയുന്നു, നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കഷ്ടത ക്രിസ്തീയ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. ആമേൻ. ദൈവം നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്ന മണിപ്പൂരിൽ ഇന്ന് അവിടെയുള്ള ദൈവജനം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ദൈവമക്കൾ കാണുന്നില്ലേ? എല്ലാം വാരിക്കൂട്ടി വെക്കുന്ന നമ്മുടെ ആളുകൾ അറിയണം, ഇതൊക്കെ വിരോധികളുടെ ഒരു തീപ്പൊരിക്ക് മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും അത് സംഭവിക്കാം. കെട്ടിപ്പൊക്കിയവരും വാരിക്കൂട്ടിയവരുമെല്ലാം കാടുകളിലും ഗുഹകളിലും അവന് അഭയകേന്ദ്രങ്ങളിലും അഭയം പ്രാപിക്കേണ്ടി വന്നപ്പോ ഇന്ന് രാത്രി നമ്മളോട് വചനം പറയുന്നു, കഷ്ടതകൾ ജീവിതത്തിന്റെ ഭാഗമാണ്. നാം ഈ നാളുകളിൽ പ്രാർത്ഥിക്കേണ്ടത് അതിനെ ഉള്ള തരണം ചെയ്യാൻ, അതിനെ നടുവിൽ പാടാൻ, അതിനെ അഭിമുഖീകരിക്കാൻ. കർത്താവേ, ഇത് നിത്യ തേജസ്സിന്റെ കനത്തെ ഒന്ന് താരതമ്യപ്പെടുത്തി സാരമില്ലെന്ന് പറയാനുള്ള ഒരു ആത്മീക കാഴ്ചപ്പാടാണ് ഇന്നത്തെ സഭയ്ക്ക് ആവശ്യമുള്ളത്. ദൈവകൃപയിൽ നിൽക്കുന്നവന് കഷ്ടത ഒരിക്കലും ഒരിക്കലും ഒരു ശാപമല്ല. ഞാൻ എന്റെ വാക്കുകൾ ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. പറയാനേറെ കാര്യങ്ങളുണ്ടെങ്കിലും പൗലോസ് ഫിലിപ്പ് ലേഖനം 1:12 പറയുന്ന ഒരു വാക്യമുണ്ട്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചതൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. സ്തോത്രം. റോമാലേഖനത്തിൽ അവരോട് പറഞ്ഞു, കഷ്ടത പ്രത്യാശയിലേക്ക് നമ്മളെ നടത്തുന്നതാണ്. ഫിലിപ്പിനോട് പൗലോസ് പറയുന്നു, എനിക്ക് ഭവിച്ചതെല്ലാം. കഷ്ടങ്ങളുടെ ആ ചിത്രം പ്രവൃത്തി 16-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഫിലിപ്പിയിൽ വെച്ച് പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങൾ, അതിനെ ചൂണ്ടി അദ്ദേഹം പറയാണ്, ഭവിച്ചതൊക്കെയും പിന്മാറ്റത്തിന് കാരണമായെന്നല്ല, മറുതലിപ്പിന് കാരണമായെന്നല്ല, പിറുപിറുപ്പിന് കാരണമായെന്നല്ല, മറിച്ച് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. ഇന്ന് രാത്രി ജീവിതത്തിലെ കഷ്ടങ്ങളെ കർത്താവിന് വേണ്ടിയുള്ള ഒരു അവസരമാക്കി മാറ്റാൻ ഒക്കുമോ? ഞാൻ ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, ആഫ്രിക്കയിൽ കർത്തൃവേല ചെയ്ത ഒരു ദൈവദാസനുണ്ട്, ഒരു ആഫ്രിക്കൻ മിഷണറി, സി സ്റ്റോക്സ് എന്ന് പറയുന്ന മനുഷ്യൻ. സി സ്റ്റോക്സ് ആവേശകരമായ മിഷണറി ചരിത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ജീവിതാനുഭവം തന്റെ പുസ്തകത്തിൽ കുറിച്ചത്, ഒരിക്കൽ താൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. ഒരു പ്രാർത്ഥന കഴിഞ്ഞ് ആ ഒരു സഹോദരൻ തന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തോട് പറയുന്നു, നമുക്കിവിടെ അടുത്തൊരു സ്ഥലം വരെ, ഒരു വീട്ടിൽ വരെ ഒന്ന് പോകണം. അവിടെ ഒരു സഹോദരി സൗഖ്യമില്ലാതെ കിടക്കുന്നുണ്ട്, ഒന്ന് പോയി പ്രാർത്ഥിക്കണം. ദൈവദാസന്മാരായ നമ്മളോടത് പറഞ്ഞാൽ നമ്മളെല്ലാം അത് ചെയ്യുന്നതാണ്. അദ്ദേഹം ആ മനുഷ്യന്റെ കൂടെ ഒരു ഭവനത്തിലേക്ക് ചെന്നു. ഒരു കൊച്ചു വീട്, ആഫ്രിക്കയിലെ സ്ഥിതി ഇന്നും അറിയാം.
ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാവുന്നവർക്കറിയാം. അന്ന് ആ ദൈവദാസൻ ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഒരു കൊച്ചു വീട്ടിൽ ഒരു മനുഷ്യക്കോലത്തിൽ ഒരു സ്ത്രീ കിടപ്പുണ്ട്. മനുഷ്യരൂപം. ശരീരത്തിന്റെ ചലനം നഷ്ടപ്പെട്ടിട്ട് 30 വർഷത്തിലധികമായി. ചലനശേഷിയില്ലാത്ത ഒരു ശരീരവുമായി ഒരു സ്ത്രീ കിടക്കുകയാണ്. അദ്ദേഹത്തിനോട് ചെന്നപ്പോഴാണ് അതിന്റെ ഭയാനകത മനസ്സിലായത്. ആ ദൈവദാസൻ വളരെ ഭാരപ്പെട്ടു ഈ സ്ഥിതി കണ്ടിട്ട്. പക്ഷെ അദ്ദേഹം ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ അസാധാരണമായ ഒരു ദൈവദൂത മുഖശോഭ അവരുടെ മുഖത്ത് അദ്ദേഹം കണ്ടു. 35 വർഷത്തോളമായി തളർന്നു കിടക്കുന്ന, എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെ ഇങ്ങനെ മുഖശോഭയോടെ കിടക്കാൻ കഴിയുന്നുവെന്ന് താൻ ആശ്ചര്യപ്പെട്ടു. ആ കൊച്ചുമുറിയിൽ അദ്ദേഹം കണ്ണോടിക്കുമ്പോ അവൾ കിടക്കുന്ന കിടക്കക്കരിയിൽ ഒരു ചെറിയ മേശപ്പുറത്ത് അദ്ദേഹം ഒരു പുസ്തകം, ഒരു ബുക്ക് കണ്ടു, ഒരു നോട്ട് ബുക്ക്. ആ നോട്ട് ബുക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ആ ബുക്കിനകത്ത് 4 കോളങ്ങൾ അവൾ വരച്ചു വെച്ചിട്ടുണ്ട്. 4 കോളങ്ങൾ. ആദ്യത്തെ കോളത്തിനകത്ത് ചില ആളുകളുടെ പേരുകൾ, രണ്ടാമത്തെ കോളത്തിനകത്ത് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, മൂന്നാമത്തെ കോളത്തിനകത്ത് പ്രാർത്ഥന ആരംഭിച്ച ദിവസം, നാലാമത്തെ കോളത്തിനകത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി എന്ന് അവർ വിളിച്ചു പറഞ്ഞ ദിവസം. 30 വർഷത്തിലധികം കിടക്കുകയാണ് ആ സ്ത്രീ കട്ടിലിൽ. ചലനശേഷിയില്ല. പക്ഷെ അവൾ ഈ വർഷങ്ങൾ അത്രയും വിധിയെ പഴി പറയാതെ, ജീവിതത്തെ കുറ്റപ്പെടുത്താതെ, ദൈവത്തെ അറിഞ്ഞ ആ മകളെ ഒരു ഭയങ്കര പ്രാർത്ഥനാ പോരാളിയായിരുന്നു. അദ്ദേഹം ആ ബുക്കിന്റെ പേജുകൾ മറിക്കുമ്പോൾ 100 കണക്കിന് ആളുകളുടെ പേരുകൾ അവിടെയുണ്ട്. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അവരുടെ പേരിന് നേരെയുള്ള കോളത്തിലുണ്ട്. അതിനപ്പുറത്ത് എന്നാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയതെന്ന് അവൾ എഴുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിളിച്ചു പറഞ്ഞവരുടെ മുഴുവൻ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്ന ദൈവദാസൻ മനസ്സിലായി, ഈ സഹോദരി ഇത്രയും ശോഭയോടെ കിടക്കാൻ കാര്യം മറ്റൊന്നുമല്ല. അവൾ നിരാശപ്പെട്ട് കിടക്കുകയല്ല. എനിക്ക് എന്തുകൊണ്ട് ഇത് ഭവിച്ചെന്ന് ചോദിച്ചതല്ല. കഷ്ടതകൾ എന്റെ തകർച്ചയാണ്. ഈ ഗതികേടിൽ, ഈ കിടക്കയിൽ ഞാൻ തീരുമെന്ന് പറഞ്ഞ് അവൾ ജീവിക്കുകയായിരുന്നില്ല. അവൾ ജീവിതത്തെ മറ്റൊന്നാക്കി മാറ്റി. കഷ്ടതകളെ ഇന്ന് രാത്രി അവൻ അനുഗ്രഹമാക്കി മാറ്റാൻ ഒരു വെളിപ്പാട്, ഒരു പ്രകാശനം, ഒരു പ്രേരണ ഈ വചനം കേൾക്കുന്ന മുഴുവൻ ആളുകളുടെ ഉള്ളിലുണ്ടാകട്ടെ. ആമേൻ. പഴികളെല്ലാം മാറ്റട്ടെ. അധരങ്ങളുടെ പിറുപിറുപ്പുകൾ മാറിപ്പോകട്ടെ. കർത്താവേ, കഷ്ടതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായിട്ട് മാറുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, എനിക്കറിയാം ഞാൻ വലിയ തിയോളജി ഒന്നുമല്ല ഇവിടെ പറഞ്ഞത്. പക്ഷെ ചില ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ ഇടപെടുകയാണ്. കഷ്ടതകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, കയ്പിന്റെ അനുഭവങ്ങളിലൂടെ ആരെങ്കിലും പോകുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. കൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് നിരാശപ്പെടാൻ അവകാശമില്ല, പിറുപിറുക്കാൻ അവകാശമില്ല. നമുക്ക് പറയാം, കഷ്ടതകൾ കർത്താവേ എന്റെ പ്രത്യാശയിലേക്ക് എന്നെ നടത്തുന്ന അനുഭവമാണ്. എന്റെ ജീവിതത്തിലെ കഷ്ടതകൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണ്. 2 കൊരിന്ത്യർ ലേഖനം 19-ാം അധ്യായം പൗലോസ് പറയുന്നു, എന്താണ് തന്റെ ജഡത്തിലെ ശൂലം, ആ മുള്ള് നീങ്ങിപ്പോകാൻ വേണ്ടി 3 വട്ടം അപേക്ഷിച്ചു. കർത്താവിന്റെ പക്കൽ നിന്ന് ഒരു മറുപടി കിട്ടി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്താണ് അതിന് കാരണം? പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്റെ ശൂലം മാറാത്തത്? എന്തുകൊണ്ടാണ് എന്റെ വേദന പരിഹരിക്കാത്തത്? ഞാൻ നാട് മുഴുവൻ ഓടി നടന്ന് പ്രസംഗിച്ചിട്ട് എന്റെ ദുഃഖം, എന്റെ പ്രശ്നം എന്താണ് ദൈവം പരിഹരിക്കാത്തത്? പൗലോസിനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, നിന്റെ ആത്മീയ അഹങ്കാരത്തിന് തടയിടാൻ ഇത് നിന്റെ ശരീരത്തിൽ ഇരുന്നേ മതിയാകൂ. വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ നീ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഇത് ദൈവം നിനക്ക് തന്നിരിക്കുന്നതാണ്. ഇന്ന് രാത്രി സഹോദരങ്ങളെ, ചില കഷ്ടതകൾ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ
നമ്മളൊന്നും കൃപയെ കാണുകയില്ലായിരുന്നു. അത് നമുക്കറിയത്തില്ലെങ്കിലും നമ്മുടെ പരിധിയും പരിമിതികളും അറിയാവുന്ന ദൈവത്തിന് അറിയാം. ചിലതൊക്കെ എത്ര പ്രാർത്ഥിച്ചിട്ടും നീങ്ങിപ്പോകാത്തത് ദൈവത്തിന്റെ ക്രൂരത കൊണ്ടല്ല, ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണെന്ന് ഇന്ന് രാത്രി വചനത്തിലൂടെ ഗ്രഹിച്ച് നമുക്ക് ദൈവത്തിന് ആമേൻ പറയാം. കഷ്ടതകൾ ദൈവമേ എൻ അവകാശം തന്നെയല്ലോ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. വിശ്വസിപ്പാൻ മാത്രമല്ല നൽവരം തങ്ക കഷ്ടതകൾ സഹിപ്പാനും ദൈവകൃപത. നമുക്ക് ദൈവത്തോട് ഇന്ന് രാത്രി അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. നമ്മുടെ കണ്ണുകളെ തിരുമുൻപിൽ അടച്ച് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തിരിക്ക്. നിങ്ങളെ ആരെയും ആ സഹോദരിയെ ഒഴികെ മറ്റാരെയും എനിക്ക് പരിചയമില്ല. ഞാൻ മറ്റാരെയും പരിചയമുഖങ്ങളെ കാണുന്നില്ല. പക്ഷേ കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ കാണുന്നുണ്ട്. ചില വേദനിക്കുന്ന ജീവിതങ്ങളോട് ആമേൻ ഏകാന്ത